بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير قال الله عز وجل عرى الإسلام وقواعد الدين ثلاث عليهن أسس الإسلام من ترك واحدة منهن فهو بها كافر حلال الدم وفي رواية من ترك واحدة منهن فهو بالله كافر ولا يقبل منه صرف ولا عدل وقد حل دمه وماله أو كما قال رسول الله ആദരണീയരായ രക്ഷിതാക്കളെ, ഉമ്മപങ്ങന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, ക്ഷമിക്കണം, ഇന്നും ഞാൻ നമസ്കാരത്തെക്കുറിച്ച് തന്നെയാണ് അല്പം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിസര പ്രദേശങ്ങളിൽ നിന്നും ദൂരപ്രദേശങ്ങളിൽ നിന്നും വന്നെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ, മുഷിയരുത്. വളരെ പ്രധാനമായും വിഷയത്തിൻ്റെ മുൻഗണനാക്രമം, തെറ്റിപ്പോകുന്നതിൻ്റെ പാളിച്ചകൾ, കുഴപ്പങ്ങൾ, കുറവുകൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടു തുടങ്ങുന്നുണ്ട്. പ്രസംഗസിദ്ധി കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളവരൊക്കെ ആധുനാധുന വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഇസ്ലാമിൻ്റെ മഹത്വവും ഇസ്ലാമിൻ്റെ വലിപ്പവും മതേതര സമൂഹത്തിലെ ഇസ്ലാമിൻ്റെ നിലനിൽപ്പുമൊക്കെ വിഷയമാക്കുമ്പോൾ സത്യവിശ്വാസികളായ, വഅദ് ഉപകരിക്കുന്ന, ഉദ്ബോധനം ഉപകരിക്കുന്ന ആളുകൾ അവർക്ക് കിട്ടേണ്ടതിനു വേണ്ടി ദാഹിച്ചു വലയുന്ന അവസ്ഥ വാസ്തവത്തിലുണ്ട്. മുൻഗണനാക്രമം അല്പം സംസാരിക്കാനുള്ള സിദ്ധി കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളവരെന്ന നിലക്ക് മതപ്രസംഗകന്മാരും പ്രഭാഷകർക്കും അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ഒരു തിരിച്ചുപോക്ക്
നമ്മുടെ സമുദായത്തിന് വഅലിൻ്റെ രംഗത്ത് വേണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പഴയകാലത്തെ വഅലിൻ്റെ നമസ്കാരം, നോമ്പുകളാദി വിഷയങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വിവരിച്ചത് എങ്ങനെ നമസ്കരിക്കണം, നമസ്കാരം കൊണ്ട് എന്തു നേട്ടം ലഭ്യമാകും, എന്തുകൊണ്ടത് ലഭിക്കുന്നില്ല, എങ്ങനെ നമസ്കരിച്ചാലാണ് അത് ലഭിക്കുക, എങ്ങനെയാണ് അള്ളാഹു ഈ നമസ്കാരത്തെ വ്യവസ്ഥ ചെയ്തത് എന്നായിരുന്നു. കൃത്യമായി സമയനിഷ്ഠ പാലിച്ച് അത്യാവശ്യം മനസ്സിലാക്കി നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം. അത് സമൂഹത്തിൽ, സമുദായത്തിൽ പക്ഷേ ന്യൂനപക്ഷമാണ്. ബഹുഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ ഇതല്ല. ഒരുപക്ഷേ നമസ്കാരം റമദാനിൽ മാത്രം നിർവഹിക്കുന്നവരും പിന്നീട് വല്ലപ്പോഴും കമ്പനി കൂടുമ്പോഴോ അനിവാര്യമായി വരുമ്പോഴോ മയ്യത്തിൻ്റെ കൂടുമ്പോഴോ വെള്ളിയാഴ്ചയോ മാത്രം നിർവഹിച്ച് ബാക്കി ദിവസങ്ങളിലൊന്നും നമസ്കാരം തീരെ ശ്രദ്ധിക്കാത്തവർ നല്ലൊരു ശതമാനം ദൗർഭാഗ്യവശാൽ നമ്മുടെ സമുദായത്തിലുണ്ട്. മുഖ്യധാരാ സമൂഹത്തിലാണ് ഇവർ പ്രത്യേകിച്ചും ഉണ്ടാകുക എന്ന് പറയേണ്ടതില്ല. അതിലും വലിയൊരു ശതമാനം നമസ്കരിക്കുന്നവരാണ്. നമസ്കരിക്കാൻ സൗകര്യം വർദ്ധിച്ചിട്ടുമുണ്ടല്ലോ. പക്ഷേ ആ നമസ്കാരം ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ തടസ്സങ്ങൾ പറഞ്ഞ്, ചെറിയ ചെറിയ ഭൗതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ചെറിയ സ്വകാര്യ ആവശ്യങ്ങൾ വരുമ്പോൾ നമസ്കാരത്തെ രണ്ടാം നമ്പറാക്കുകയും പിന്നിലേക്ക് തള്ളുകയും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളുമൊക്കെ കഴിഞ്ഞിട്ട് മാത്രം നമസ്കരിക്കുകയും ചെയ്യുക എന്ന ഒരു മനസ്ഥിതി. ഉറക്കത്തിനു ശല്യം വരാതെ, സുഖത്തിനു ശല്യം വരാതെ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു സൗകര്യങ്ങൾക്കും ശല്യമുണ്ടാകാതെ നമസ്കരിക്കാൻ സൗകര്യപ്പെട്ടാൽ നമസ്കരിക്കുക എന്ന ഒരു രീതി. തൊഴിലിനോ നമ്മുടെ ജീവിതത്തിനോ പ്രശ്നങ്ങൾക്കോ യാതൊരു മുട്ടും വരാതെ നമസ്കരിക്കാൻ നല്ല സൗകര്യം കിട്ടുമ്പോൾ നമസ്കരിക്കുക എന്ന നിലപാട്. ആ നമസ്കാരം തന്നെ അതിൻ്റെ ഫർളുകളും ഷർത്തുകളും പഠിക്കണമെന്നോ അറിയണമെന്നോ മനസ്സിലാക്കണമെന്നോ സൗകര്യം മനസ്സിലാക്കിയിട്ട് പോലും തോന്നാത്ത ഒരു കൂട്ടം ആളുകൾ. ഇതെല്ലാ നാടിലും സമുദായത്തിലെ ഭൂരിപക്ഷത്തിന്റെ സ്ഥിതിയാണ്. ഞങ്ങൾ പഠിച്ചില്ല, അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല, ഞങ്ങൾക്ക് വിവരമുണ്ടായില്ല എന്ന് പറയാനുള്ള ഉദുറൊന്നും വാസ്തവത്തിൽ നമ്മുടെ ഈ സമൂഹത്തിലില്ല. ഒരു സാധാരണക്കാരനും ഇത് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനും കഴിയില്ല. വളരെ ഗൂഢമായ, സാധാരണ പണ്ഡിതന്മാർക്കൊന്നും കിട്ടാത്ത ഏതെങ്കിലും ചില വിഷയങ്ങളിലോ മസലകളിലോ ഒക്കെ വിവരക്കുറവ് അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞാൽ രക്ഷപ്പെടാൻ വിവരമില്ലാത്തവർക്ക് പഴുതുണ്ട്. നമ്മുടെ സാധാരണ വാലിമാർക്കും പണ്ഡിതന്മാർക്കും പള്ളിയിലെ ഖതീബിനും ഉസ്താദിനും മുദല്ലിസിനും നമുക്കിടയിൽ എപ്പോഴും പെട്ടെന്ന് നമുക്ക് ചോദിക്കാൻ സൗകര്യം കിട്ടുന്ന ആളുകൾക്കും അറിയുന്ന നിസ്കാരത്തിന്റെ കണക്കുകളും ചിട്ടകളും ഫർളുകളും അതിന്റെ കടപ്പാടുകളും ഷർത്തുകളും ഒക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. അത് ചെയ്യാതെ ഞങ്ങൾ പഠിച്ചില്ല, അറിഞ്ഞില്ല എന്ന് പറയാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാൾക്കും അള്ളാഹു തആല ഉദർ വെക്കില്ല. കൂടിയാടി സമൂഹത്തിനിടയിൽ ജീവിക്കുകയും ആലിമീങ്ങൾക്കിടയിൽ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സാധാരണഗതിയിലുള്ള മസ്അലകളിലൊക്കെ, നമസ്കാരാദി കാര്യങ്ങളിലൊക്കെ ആലിമിന്റെ വിധി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ അലംഭാവം കാണിച്ചിട്ട്, ചോദിക്കാൻ അവസരമുണ്ടായിട്ട് ചോദിക്കാതെ, പഠിക്കാൻ അവസരമുണ്ടായിട്ട് പഠിക്കാതെ, പള്ളിയിലുള്ള മുസ്ലിംമാരോ ഉസ്താദുമാരോ വേണമെങ്കിൽ പറഞ്ഞ സ്റ്റഡി ക്ലാസുകളോ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസുകളോ ഒക്കെ നടത്തിത്തരും. പക്ഷേ അതിനൊന്നും മെനക്കെടാതെ, സമയം കാണാതെ, ഞങ്ങൾക്കറിയില്ല എന്ന നിലപാടിൽ നമസ്കാരത്തിന്റെ ഫർളുകളിലും ചിട്ടകളിലും ഷർത്തുകളിലുമൊക്കെ വീഴ്ചകൾ കാണിക്കുന്നുണ്ടെങ്കിൽ തത്വത്തിൽ അവരും നമസ്കാരം ഒഴിവാക്കുന്നവരാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ മൊത്തം സമുദായത്തിന്റെ ബഹുഭൂരിപക്ഷവും ഈ രീതിയിലാണ്. അല്പം അല്ലാഹുവിനെ പേടിയുള്ളവർ, വാതു കേട്ടാൽ മനസ്സിളകുന്നവർ, ആഖിറം പറഞ്ഞാൽ പേടിയുള്ളവർ നമ്മുടെ സഹോദരിമാരാണ്. പക്ഷെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സഹോദരിമാർ പുരുഷന്മാരെക്കാൾ വളരെ മോശം. കല്യാണം വന്നാൽ നിസ്കാരമല്ല, ആശുപത്രി കേസുണ്ടായാൽ നിസ്കാരമല്ല, തക്കാരുണ്ടായാൽ നിസ്കാരമല്ല,
യാത്ര പെണ്ണുങ്ങൾക്ക് ഒഴിവാക്കാൻ വയ്യല്ലോ. യാത്ര ഉണ്ടായ നമസ്കാരമല്ല. ടൗണിലേക്ക് വന്ന യാത്രക്കിടയിൽ അല്പം നമസ്കാരത്തിന്റെ സമയം തെറ്റി മറ്റൊരു നമസ്കാരത്തിന്റെ സമയവും കഴിഞ്ഞു പോയാലും വഴിയിൽ എങ്ങനെ നിസ്കരിക്കാനാ? നിസ്കാര കുപ്പായുണ്ടോ? നിസ്കാര പായുണ്ടോ? നിസ്കരിക്കാൻ സ്ഥലമുണ്ടോ? അല്ലെങ്കിൽ ഉടുത്തത് വൃത്തിയുണ്ടോ? എവിടെയെങ്കിലും കിട്ടുന്ന വെള്ളത്തിന് അതിൽ വൃത്തിയുണ്ടോ, വെടിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമസ്കരിക്കാത്ത പരുവത്തിലാണ് നമ്മുടെ ഉമ്മപങ്ങന്മാരുടെയും അവസ്ഥ. മൊത്തത്തിൽ സമയനിഷ്ഠ പാലിച്ച് അള്ളാഹു വ്യവസ്ഥ ചെയ്തതുപോലെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർ സമൂഹത്തിൽ വളരെ വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മുടെ ഈ സംസാരം ശ്രവിക്കാൻ വന്നവർ എന്നു മാത്രമല്ല, ഇപ്പോഴത്തെ മിക്കവാറും പ്രസംഗങ്ങളൊക്കെ വിപണിയിലുണ്ട്. ആ വിപണിയിൽ നിന്ന് ലഭിക്കുന്നത് കേട്ടുകൊണ്ട് മനസ്സിലാക്കുന്നവർ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട, അള്ളാഹു ഫറലാക്കി നിശ്ചയിച്ച നമസ്കാരം നമുക്ക് സമയബന്ധിതമായി സമയനിഷ്ഠയോടുകൂടെ അച്ചടക്കത്തോടുകൂടെ ഫർളും ഷർത്തുകളും പാലിച്ചുകൊണ്ട് നമസ്കരിക്കാൻ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടും, ശിക്ഷ ലഭിക്കും എന്ന് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് തോന്നി ആ ഒരാൾ ജീവിതം തിരുത്താൻ ശ്രമിച്ചാൽ ഈ വാതിലുള്ള നമ്മുടെ ആശ സഫലമായി. നമ്മുടെ പ്രതീക്ഷ അല്ലാഹു തആല പുലർത്തി. അങ്ങനെ അല്ലാഹു പുലർത്തുമാറാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ഞാനിന്ന് നമസ്കാരത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആഹ്വാനം ചെയ്തിട്ടുള്ള നമസ്കാരമാണ് 5 വഖത്ത് നമസ്കാരം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വിവരിക്കുകയുണ്ടായി. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. സമയം നിശ്ചയിക്കപ്പെട്ടുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ് നമസ്കാരം. പ്രത്യേകം സമയം തുടക്കവും ഒടുക്കവും. ആ ഒടുക്ക സമയത്തിന്റെ അപ്പുറം വിട്ടാൽ നമസ്കാരം സമയത്തല്ല, അള്ളാഹു പറഞ്ഞ സമയത്തല്ല. ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള അമലാണ് നമസ്കാരം. ഞാൻ ഇന്നലെ സംസാരത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുമായുള്ള മുനാജാത്ത്, അള്ളാഹുമായുള്ള കൂടിക്കാഴ്ച, അള്ളാഹുവിന് അഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം, അള്ളാഹുവിന്റെ അജായിബിന്റെ ലോകത്തിലൂടെ, മലക്കൂത്തിന്റെ ലോകത്തിലൂടെ, വൈബുൽ വൈബിന്റെ ലോകത്തിലൂടെ മനസ്സും ആത്മാവും സഞ്ചരിക്കുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച അവസരം, ആ വിശുദ്ധ ദർബാറിലേക്ക് വരാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയത്ത് അടിമകളായ ആളുകൾ ഉടമക്കാരനായ രാജാവായ റബ്ബിന്റെ മുൻപിൽ പറഞ്ഞ നേരത്ത് ചെന്നില്ലെങ്കിൽ, അപ്പോയിന്റ്മെന്റ് നൽകിയ ഒരു ഡോക്ടർ ആ ഡോക്ടർ നൽകിയ സമയം തെറ്റിച്ചെന്നാൽ എന്താണ് പ്രതികരിക്കുക എന്ന് സാധാരണക്കാർക്കറിയാവുന്ന ഇന്നത്തെ അവസ്ഥയിൽ ചിന്തിച്ചാൽ മതി. രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ അത്തരം ആളുകളോടുള്ള നിലപാടെന്തായിരിക്കും എന്ന് ഓർക്കാൻ. ഏതെങ്കിലും ഒരു ഡോക്ടർ ഇന്നൊരു രോഗിയെ കാണിക്കാൻ ചെല്ലുമ്പോൾ 9:30 എത്തുക, 2:30 എത്തുക, 3:30 എത്തുക എന്ന് പറഞ്ഞിട്ട് കൃത്യം ആ സമയത്ത് വിളിക്കുമ്പോൾ ആ പേര് നൽകപ്പെട്ട പേര് ഉച്ചരിച്ചിരിക്കുന്ന ആളവിടെ ഇല്ലെങ്കിൽ എന്തിരിക്കും ആ ഡോക്ടറുടെ പ്രതികരണം? പിന്നീട് കുറച്ചു കഴിഞ്ഞ് ഈ രോഗി ചെന്നാൽ തിരക്കുള്ള ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടർ ഇവനെ തിരിഞ്ഞു നോക്കുമോ? ഇത് തന്നെയല്ലേ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ അവൻ നിശ്ചയിച്ച സമയം തെറ്റിച്ചെന്നാലുള്ള അവസ്ഥ? ഇന്ന സമയത്ത് നിങ്ങൾ അടിമകൾ എന്റെ മുമ്പിൽ എത്തണം, ഇന്ന രീതിയിൽ വേണം നിങ്ങൾ എന്നോട് സംസാരിക്കാൻ, ഇന്നതൊക്കെ കൊണ്ടെയാണ് എന്നെ അഭിവാദനം ചെയ്യേണ്ടത്. ഈ ദർബാറത്തിലെ അഭിവാദനത്തിന്റെ രീതി ഇതാണ്, ഈ ദർബാറിനകത്തെ വന്ദനത്തിന്റെ ചിട്ട ഇതാണ് എന്ന് കൃത്യമായി അവന്റെ തിരുദൂതരിലൂടെ പഠിപ്പിക്കുകയും ആ തിരുദൂതർ വളർത്തിക്കൊണ്ടുവന്ന ഒരു 1,00,000-ൽ പരം സ്വഹാബത്ത് അവരുടെ വർത്തമാനകാലത്തുണ്ടായിരുന്ന ആളുകൾക്ക് ലോകം മുഴുക്ക ഓടി നടന്ന് ഭാഷ മറന്ന് അസൗകര്യങ്ങൾ മറന്ന് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മറന്ന് സ്വന്തം ജന്മനാടിൽ നിന്ന് സ്വദേശത്ത് നിന്ന് വിദേശത്തേക്ക് ഓടിയിട്ട് പ്രവാസ ജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി പഠിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആ നമസ്കാരത്തിന്റെ അഭിവാദനത്തിന്റെ കൃത്യമായ രൂപങ്ങൾ ലോകത്തെ പഠിപ്പിച്ചിട്ട് ഇത്രയും നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് കോടാനുകോടി മുസ്ലിമീങ്ങൾ ഈ നിലപാട് കൃത്യമായി നമ്മുടെ മുൻപിൽ തന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ ഏൽപ്പിച്ചിട്ട് ഇസ്ലാമിന്റെ എല്ലാ ചിട്ടകളും എല്ലാ കുടുക്കുകളും എല്ലാ മൂലകങ്ങളും എല്ലാ അടിസ്ഥാനങ്ങളും തകർന്നാലും അവസാനം മാത്രം തകരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി പറഞ്ഞിട്ടുള്ളതാണ് നമസ്കാരം, ചെറുതല്ല അത്. വഅവ്വലു ഫർദിൻ ഫീ ശരീഅത്തി ദീനിനാ وآخر ما يبقى إذ الدين يرفع.
ദീനിന്റെ ചിട്ടകളും നിയമങ്ങളും ഓരോന്നോരോന്നായി ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവസാനം വരെ ശേഷിക്കുന്നത്, പരമാവധി അവസാനം വരെ നിലനിൽക്കുന്നത് നമസ്കാരമാണ്. ഇസ്ലാമിന്റെ ഓരോ പിടിവള്ളികളും ഇസ്ലാമിന്റെ ഓരോ മൂലകങ്ങളും ഇസ്ലാമിന് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വൃക്ഷങ്ങളും ഓരോന്നോരോന്നോരോന്നായി പിഴുതെറിയപ്പെടും. ഒരു ഉറുവത്ത് പിഴുതെറിഞ്ഞാൽ മറ്റൊരു ഉറുവത്തി പിഴുതെറിയാൻ വഴിയെന്ത് എന്നാണ് തൊട്ടടുത്ത തലമുറ ആലോചിക്കുക. അഥവാ നബി പറയാ, ഒരു ഉറുവത്തിനെ പൊളിക്കപ്പെട്ടാൽ ഒന്നിനെ പൊളിക്കപ്പെട്ടാൽ പിന്നീട് ആളുകൾ ഓടുക ഇലല്ലത്തി തെലീഹ, തൊട്ടടുത്തുള്ള ഉറുവ എങ്ങനെ പൊളിക്കുമെന്നാണ്. ഈ വിധം ഓരോന്നോരോന്ന് പൊളിച്ചു പോയാൽ അവസാനം പൊളിക്കപ്പെടുന്ന ഉറുവ ഇസ്ലാമിന്റെ പിടിവള്ളി നമസ്കാരമായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ നമസ്കാരം പോലും പരമ്പരാഗതമായി നമ്മുടെ മുൻപിലെത്തിയിട്ട് അത്യാവശ്യം ആദ്യ തലമുറ നിർവഹിച്ച ആ രീതിയിലുള്ള നമസ്കാരത്തിന്റെ ശീലും രീതിയും എന്തെന്ന് ലോകത്തിന് വേണമെങ്കിൽ ചോദിച്ചാനും പഠിക്കാനും പറ്റുന്ന രീതിയിൽ നമ്മുടെ മുൻപിലുണ്ടായിട്ട് അതുകൂടി പിഴുതെറിയപ്പെടുന്ന ഒരവസ്ഥയിൽ ലോകം വന്നെത്തി നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ അല്ലാഹു തആല നിർദ്ദേശിച്ച ആ നമസ്കാരവുമായിട്ടുള്ള നമ്മുടെ സമീപനത്തെ ഒന്ന് പരിശോധിക്കുകയും വിലയിരുത്തുകയും ന്യൂനതകളുണ്ടെങ്കിൽ തീർച്ചയായും പരിഹരിക്കുകയും ചെയ്യാൻ വിശ്വാസി കടപ്പെട്ടവരാണ്. കേവലം നിസ്കരിക്കാൻ അല്ലാഹു ഖുർആനിൽ നേരിട്ട് പറഞ്ഞ വാക്കില്ലല്ലോ. അഖീമുസ്സലാ, നിസ്കരിക്കാനല്ല കൽപ്പന. നമസ്കാരം കൃത്യമായി ചൊവ്വാക്കി നിർവഹിക്കുക എന്നാ വാക്കിന്റെ അർത്ഥം. നമസ്കാരത്തെ നിങ്ങൾ ചൊവ്വാക്കുക, നിസ്കരിക്കാനല്ല. സ്വല്ലു എന്നല്ലല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അഖീമുസ്സലാ, നിസ്കാരത്തെ നിങ്ങൾ ചൊവ്വാക്കുക. ഹാഫിദൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നമസ്കാരത്തിന്റെ പേരിൽ നിങ്ങൾ മുഹാഫളത്ത് ചെയ്യുക. നമസ്കാരങ്ങളുടെ പേരിൽ നിങ്ങൾ മുഹാഫളത്ത് ചെയ്യുക. പറഞ്ഞ കൃത്യമായ സമയത്ത് നമസ്കാരം നിർവഹിക്കുക. പറഞ്ഞ കൃത്യമായ രീതിയിൽ നമസ്കാരം നിർവഹിക്കുക. വ്യവസ്ഥ ചെയ്യപ്പെട്ട ഘടകങ്ങളും ഉപാധികളും സുനിശ്ചിതമായും 100% പാലിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുക. വസ്സലാത്തിൽ വുസ്ത, ഏറ്റവും മുന്തിയ അസ്ർ നമസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൗനിക്കാത്തതാണത്. മുനാഫിക്കുകൾക്ക് അലോസരമാണത്. അധ്വാനിക്കുന്ന ആളുകൾക്ക് പ്രയാസകരമായ നേരമാണത്. ആ നേരം പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറക്കച്ചവട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്ന ആളുകൾക്ക് വളരെ പ്രയാസകരമാണത്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ച ഏറ്റവും മുന്തിയ നമസ്കാരം വസ്സലാത്തിൽ വുസ്ത, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമായ അസ്റും പരിരക്ഷിക്കുക. നിസ്കരിക്കുകയാണ് മാത്രമല്ല, നമസ്കാരത്തെ പരിരക്ഷിക്കുക. കൃത്യമായി അതിനെ സൂക്ഷിക്കുക നിങ്ങൾ. ഇതല്ലാഹുവിന്റെ കൽപ്പന. നിസ്കരിക്കാൻ വേണ്ടി ഖുർആനിൽ കൽപ്പനയില്ല. ആ നമസ്കാരം വാസ്തവത്തിൽ പരിരക്ഷിക്കുന്ന രീതിയാണോ നമ്മുടെ രീതിയിലുള്ള പരിരക്ഷിക്കുന്നത്? പരിരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരം മരിച്ചു പോകരുത്. 5 നേരം പരിരക്ഷിക്കാൻ, 5 നേരം നിർവഹിച്ചിട്ട് അത് നിലനിർത്താൻ അല്ലാഹു പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം. ഒരു ചെടിക്ക് ഇന്നിന്ന നേരത്ത് വെള്ളം പാർന്ന് വളം നൽകി ഇന്നിന്ന രീതിയിൽ ശുശ്രൂഷിച്ചാലേ അത് വളരുകയുള്ളൂ, ഉത്പാദനം ഉണ്ടാവുകയുള്ളൂ എന്ന് നിർദ്ദേശിക്കപ്പെട്ടാൽ അതുപോലെ തന്നെ ചെയ്യണമല്ലോ. ഇങ്ങനെ നമസ്കാരത്തെ പരിരക്ഷിക്കുവാൻ, കാക്കാൻ, സൂക്ഷിക്കുവാൻ, സമയനിഷ്ഠ പാലിക്കുവാൻ, വ്യവസ്ഥ പാലിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള നമസ്കാരം ആ വിധത്തിൽ നിർവഹിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ ലംഘിച്ചു. അപ്പൊ നിസ്കരിക്കുന്ന കൂട്ടമായ നമ്മുടെ സമൂഹം, ഇത് ഞാൻ വെറുതെ ഏതെങ്കിലും റോഡിലൂടെ നടക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉദ്ദേശിച്ച് പറയല്ല. പള്ളിയിൽ ജീവിക്കുന്നവരിൽ, ദർസുകളിൽ ജീവിക്കുന്നവരിൽ, അത്യാവശ്യം ദർസും പള്ളിയുമൊക്കെ കഴിഞ്ഞ് ജീവിതം ചിട്ടയാക്കി ആളുകൾ പണ്ഡിതന്മാരെന്നും മൂല്യന്മാരെന്നും പറയുന്നവരടക്കം നമസ്കാരത്തിന്റെ സമയനിഷ്ഠയിൽ, വ്യവസ്ഥയുടെ നിഷ്ഠയിൽ, ഈ പറയപ്പെട്ട മുഹാഫലത്തിന്റെ കാര്യത്തിൽ ചെറുപ്പക്കാരാണെങ്കിൽ പുറകോട്ടായിരിക്കുമെന്ന് ഇതിൽ സംശയമില്ല. സാധാരണക്കാരനും ബിരുദമുള്ള പണ്ഡിതന്മാരും അടക്കമുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘം. സാധാരണക്കാർക്കും 25-30 വയസ്സാണ്. പണ്ഡിതന്മാരും ഇപ്പൊ പുറത്തിറങ്ങുന്ന കാലം 25-ഓ 25-ന്റെ താഴെയുമാണ്. ഒരു 10-20 വയസ്സായവർ എല്ലാവിധത്തിലെ ആലിമീങ്ങളുമായി പുറത്തിറങ്ങണ കാലപ്പോ പണ്ഡിറ്റുമാകും, എഞ്ചിനീയറുമാകും, അതോടൊപ്പം മതപണ്ഡിതനുമാകും എന്ന് വാഴ്ത്തപ്പെടുന്ന പണ്ഡിതന്മാർ. അതിന് 10-20 വയസ്സ് മതി. ഈ 10-22 വയസ്സുകാരനായ പണ്ഡിതനായി പുറത്തിറങ്ങുന്ന ആളും പണ്ഡിതനില്ലാത്ത സാധാരണക്കാരനായ അതേ വയസ്സുകാരായ സമകാലികരും
സമശീർഷരായി ഒരു സംഘം ഒരു യാത്രയിലാണെന്നിരിക്കട്ടെ, ഉല്ലാസയാത്ര. അവിടെ സമയനിഷ്ഠയുടെ കാര്യത്തിൽ പണ്ഡിതനും പഠിച്ചറിഞ്ഞ ആളുമാണെങ്കിൽ വ്യത്യാസം കാണൂല. നമ്മൾ ഗൾഫിൽ ചേക്കേറിയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ, പണ്ഡിതന്മാരായിട്ടുള്ളവർ ധാരാളം ഗൾഫിലെ പ്രവാസികളിലുണ്ട്. അത്തരം ആളുകളിൽ റൂമിൽ നിൽക്കുന്ന റൂംമേറ്റുകളിൽ സാധാരണഗതിയിലുള്ള പണ്ഡിതന്മാരും പണ്ഡിതന്മാരെ പോലെ തന്നെ സാധാരണക്കാരും ഒത്താൽ അവരുടെ നമസ്കാരത്തിന്റെ നിഷ്ഠയുടെ കാര്യം ഒന്നായിരിക്കും. പണ്ഡിതന്മാർക്ക് മാത്രമായി സമയനിഷ്ഠ നമ്മൾ കാണൂല. സൽക്കാരത്തിന്റെ വേളയിൽ സമയനിഷ്ഠ നമ്മൾ പണ്ഡിതന്മാർക്ക് മാത്രം കാണൂല. ഇത്തരം ഒരവസ്ഥ നയിക്കുന്നവരും നയിക്കപ്പെടേണ്ടവരും നീതരും നേതാവും എല്ലാവരും ഒരു പ്രായത്തിൽ, ഒരു 25-30 വയസ്സ് ഇളം പ്രായത്തിൽ, വാസ്തവത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി അർശിന്റെ നേരിൽ നിൽക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞത് വളർച്ചയിലും അവന്റെ ഓരോ കൗമാരദശയിലും അടക്കം തന്നെ അവൻ ഇബാദത്തിലായി വളരുന്നവെന്ന്. അങ്ങനെ വളരേണ്ട ആളുകൾ, അങ്ങനെ വളരാൻ വേണ്ടി പഠിച്ച ആളുകൾ, അങ്ങനെ വളരാൻ വേണ്ടി ഖുർആൻ വഹിച്ച ആളുകൾ, അങ്ങനെ വളരാൻ വേണ്ടി പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾ, അങ്ങനെ വളരാൻ വേണ്ടി വിവിധ ഭാഷയിൽ ജനങ്ങളോട് പ്രഭാഷണം ചെയ്യാൻ കഴിയുന്ന പ്രഭാഷകന്മാർ, അവരടക്കം നമസ്കാരത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം നമ്മുടെ മതപണ്ഡിതന്മാർക്കോ മതപ്രസംഗർക്കോ കാണാതിരിക്കാൻ പറ്റുമോ? ഇപ്പോഴും രസമുള്ള വാഴ്ന്നു പറയണം, വിഷയങ്ങൾ ആധുനികമാകണം, വിഷയങ്ങൾ കേട്ടാൽ പിടികിട്ടരുത് എന്നുള്ള അവസ്ഥയിലേക്ക് ഞങ്ങളൊക്കെ തന്നെ ഈ സമൂഹത്തെ എത്തിച്ചു, വയലിനെ എത്തിച്ചു. കുറ്റസമ്മതത്തോടുകൂടെ കുറ്റബോധത്തോടുകൂടെ തിരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോ തന്നാൽ കരറേണ്ടവരെത്ര പേരോ താഴെ പാഴ്ചേറിലമന്നിരിപ്പൂ, താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിപ്പൂ, തപോനിധി കണ്ടു ചാരിതാർത്ഥ്യം. തന്നെ കൊണ്ട് കരയേറേണ്ട ലക്ഷക്കണക്കിന് ആളുകൾ പാഴ്ചേറിലമർന്നിരിക്കുമ്പോൾ സ്വയം തന്റെ കാര്യം മാത്രം നന്നായിട്ട് ബ്രഹ്മപദത്തിലേറാൻ വേണ്ടി ഒരു മഹർഷി ഇരുന്നാൽ എന്തിരിക്കും കഥ എന്ന് ചോദിച്ചതുപോലെ നമ്മുടെ സമൂഹം, നമ്മുടെ കൂട്ടുകാർ, നമ്മോടൊപ്പം കഴിയുന്നവർ, സഹപ്രവർത്തകന്മാർ, നമ്മോടൊപ്പമുള്ള സംഘടനാ പ്രവർത്തകന്മാർ, നമ്മോടൊപ്പം പള്ളിയിലും സമാജങ്ങളിലും സംഗമങ്ങളിലും സഭകളിലും കൂടുന്ന ആളുകൾ, അത്തരം ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഉറ്റവർ, നമ്മോടൊപ്പം തന്നെ സഹവസിക്കുന്നവർ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കല്യാണം വരുമ്പോഴോ ആഘോഷം വരുമ്പോഴോ യാത്ര ഉല്ലാസമാകുമ്പോഴോ മറ്റേതെങ്കിലും ആമോദരംഗം വരുമ്പോഴോ ഒരാശുപത്രി കേസോ ആക്സിഡന്റ് കേസോ വരുമ്പോഴോ ട്രെയിനിലോ ബസ്സിലോ ഇരുന്നുകൊണ്ടുള്ള യാത്രയാണെങ്കിലോ നിശ്ചയിക്കപ്പെട്ട സമയം വിട്ട് ജമ്മാക്കാൻ പോലും ഇളവില്ലാത്ത, സമയമില്ലാത്ത, നിയമമില്ലാത്ത നമസ്കാരങ്ങളെ സമയത്ത് വിട്ട് പിന്തിക്കുന്നത് ചെറിയ കാര്യമായി കണ്ടൂടാ. ദീനിലതൊരു ചെറിയ കാര്യമല്ല, അതിന്റെ പ്രത്യാഘാതം വലുതാണ്. സാമൂഹികമായി തന്നെ ഈ ലോകവുമായി ബന്ധപ്പെട്ട് തന്നെയും അതിന്റെ പ്രത്യാഘാതം വലുതാണ്. അവസാനം വരെ നിലനിൽക്കുന്ന നമസ്കാരം, അവസാനമേ നമസ്കാരം ഉയർത്തപ്പെടൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഖിയാമം സംഭവിക്കാൻ ഭൂമിയെ പാകമാക്കുന്നത് നമസ്കാരമില്ലാതാകുമ്പോഴാണ്. നമസ്കാരമുള്ളിടത്തോളം അല്ലാഹുവിന്റെ ദിക്റുണ്ട്. ആ ദിക്റില്ലാതാകുമ്പോഴാണ് ഖിയാമം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും പ്രത്യക്ഷത്തിൽ പള്ളിയിൽ കൂടി സമൂഹം കൂടുമ്പോൾ നിസ്കരിക്കുന്നവർ തന്നെ നിഷ്ഠയില്ലാതെ, വ്യവസ്ഥയില്ലാതെ, കടപ്പാടുകളില്ലാതെ, അതിന്റെ ഷർത്തുകളും ഫർളുകളും ആലോചിക്കാതെ നിശ്ചയിക്കപ്പെട്ട സമയമില്ലാതിരുന്നാൽ തത്വത്തിൽ നിസ്കാരമല്ലല്ലോ. ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീർത്തും മതപ്രസംഗകർക്ക് വാക്കുകൊണ്ട് അല്ലാഹു തആല ആശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു തആല സിദ്ധി നൽകിയവർക്ക് ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ചെറുതല്ല നിസ്കാരം. നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വലുപ്പം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ നിലപാട്. നിസ്കാരം ഒഴിക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ വെറുതെ വിടാം. നിസ്കാരം ഒഴിക്കുന്നവർ എന്ന് പറഞ്ഞൊരു കൂട്ടർ തീർത്തും നിസ്കാരം ഒഴിക്കുന്നവരാണെങ്കിൽ സമയനിട്ടൊന്ന് തെറ്റിച്ചാലും നിസ്കരിക്കണമല്ല. ഞാൻ ഈ മുഹാഫദത്ത് ഒഴിവാക്കുന്നത് തന്നെ. ഉദാഹരണമായി നേരം വെളുക്കുമ്പോൾ തൊഴിലിന് പോവുക, അസർ വരെ പണിൻ്റെ ഒരു 5 മണി വരെ. എന്നാൽ 5 മണി വരെ പണിണ്ടെങ്കിൽ അന്ന് സുബ്ഹ് ചിലപ്പോൾ നിസ്കരിച്ചു പോകും. ളുഹർ അവിടെ പോവുകയാണ്. ളുഹർ അവിടെ പണിസ്ഥലത്ത് നിസ്കരിക്കാൻ ഒഴിവില്ല. ബസ്സിലാണ് ജോലി എന്ന് വെച്ചോളി. എന്നാ ബസ്സിൽ ജോലിയാണെങ്കിൽ പിന്നെ തീർത്തും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ചില സമയങ്ങളൊക്കെ. ആ സമയങ്ങളിൽ നിസ്കരിക്കാൻ കഴിയില്ല. ബസ് നമ്മളെ ഭാഗത്തിന് നിസ്കരിച്ചാൽ നിർത്തുമല്ലോ. അങ്ങനെ വന്നാൽ ആ ആള് അല്പം മതഭക്തനാണെങ്കിൽ, അള്ളാനെ പേടിണ്ടെങ്കിൽ പിന്നെ അയാൾ ചെയ്യുന്നത് എല്ലാ ഇടപാടും കഴിഞ്ഞിട്ട് അന്തിക്ക് വീട്ടിൽ വന്നിട്ട് അങ്ങോട്ട് നിസ്കരിക്കല ഒരു തരം. ഈ നിസ്കാരക്കാർ ഇങ്ങനെയെങ്കിലും അള്ളാഹുവിനെ പേടിയുള്ളവരാണ്. ഞാൻ ഈ സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, വ്യവസ്ഥയില്ലാതിരിക്കുക, മുഹാഫലത്തില്ലാതിരിക്കുക എന്ന് പറഞ്ഞതിൽ ഉൾക്കൊള്ളുന്നവർ. നേരെ മറിച്ച്
ഒഴിഞ്ഞ നിസ്കാരം പോട്ടെ, കിട്ടുമ്പോൾ കിട്ടണ നിസ്കാരം ആവുക, അല്ലെങ്കിൽ തീർത്തും ഒഴിഞ്ഞു പോകുക നിസ്കാരം തന്നെ അങ്ങോട്ട് പോയി കൊടുത്തേ എന്നാ വിചാരമെങ്കിൽ അവരെ സംബന്ധിച്ച് നമ്മൾ ഉദ്ബോധനം വേണ്ട. അവരെ മുഅ്മിനീങ്ങളെന്ന് പറയണമോ എന്നാണ് ആലോചിക്കേണ്ടത്. നിയമത്തിന്റെ ചെറിയ നൂലിന്റെ അംശങ്ങൾ കൊണ്ട് മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് ഒരു സൊസൈറ്റി എന്നുള്ള അർത്ഥത്തിൽ പറയാമെങ്കിൽ തന്നെ ബലപ്പെട്ട ഹദീസുകൾ, പ്രബലമായ ഹദീസുകൾ, സ്വഹാബത്തിന്റെ മൊഴികൾ പഠിപ്പിക്കുന്നത് അവർ മുസ്ലിങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കാൻ പോലും പാകമല്ല, മുഅ്മിനീങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റൂല എന്നാണ്. അത്തരം ഒരാളുകളെ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് കാഫിറുകളെയാണ്. നിക്കരിക്കൂല എന്ന് പറഞ്ഞൊരു കൂട്ടർ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാഫിറുകളെ. മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ഇത് അസ്ഹാബുൽ ജഹീമാണ്, ജഹന്നമിന്റെ ആളുകൾ, നരകക്കാർ. നരകക്കാരെന്ന് മുസ്ലിമീങ്ങളെ പറയാൻ പാടില്ല, മുവഹിദുകളെ പറയാൻ പാടില്ല, വിശ്വാസികളെ പറയാൻ പാടില്ല. അവിശ്വാസികളായ കാഫിറുകളെ നരകക്കാർ എന്ന് പറയാൻ പറ്റൂ. അവരോടാണ് അല്ലാഹു പറയുന്നത്, അവരെ പറ്റി അല്ലാഹു വിവരിക്കുന്നത് മാ സലകകും ഫീ സഖർ, ഈ കത്തിയാളുന്ന നരകക്കുണ്ടിൽ നിങ്ങൾ പ്രവേശിക്കാൻ കാരണമെന്ത് എന്ന് ചോദിക്കപ്പെട്ടാൽ അവർ പറയുന്നത് ലം നകു മിനൽ മുസല്ലീൻ, വിശ്വസിച്ച് നമസ്കരിക്കേണ്ടവരായിരുന്നല്ലോ ഞങ്ങൾ നിസ്കരിച്ചില്ലല്ലോ. പാവപ്പെട്ടവരെ തീറ്റേണ്ടവരും അവർ പട്ടിണി കിടക്കുന്നത് അറിയേണ്ടവരും അവരുടെ പട്ടിണി അകറ്റേണ്ടവരുമായിരുന്നല്ലോ നമ്മൾ. നോക്കി സംസാരം. നിക്കരിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ പട്ടിണി മാറ്റുന്ന കഥയാ പറയണത്. നമ്മൾ നിക്കരിക്കുന്നത് കഴിഞ്ഞാൽ പട്ടിണി ചിന്തിക്കാറില്ല. പട്ടിണിന്റെ കഥ ഒരു കൂട്ടർക്കായിട്ട് വെച്ചിട്ടൊക്കെ നമ്മള് അത് ഭൗതിക ആളുകൾക്ക് വിട്ടു. അത് നമ്മൾ പറയേണ്ടതല്ല എന്നാ വിട്ടു. അല്ലാഹു തആല കാഫിരീങ്ങളോട് നരകത്തിൽ കിടക്കാൻ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പരിദേവനം, അവർ നടത്തുന്നത്, അവരുടെ കുറ്റബോധം അപ്പോൾ തോന്നുമ്പോൾ അവർ പറയുന്നത്, ഖേദത്തിൽ പറയുന്നത് ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിക്കരിച്ചില്ല, ഞങ്ങൾ പട്ടിണി പാവങ്ങളെ തീറ്റിയതുമില്ല. ഇഷ്ടം പോലെ സ്വറക്കാനും കളിക്കാനും ഉല്ലസിക്കാനും ആളെ കിട്ടിയപ്പോൾ അവരോടൊപ്പം അങ്ങ് കൂടി ഇതൊക്കെ പോയി എന്ന് പറയുന്നത് കാഫിറുകളാണ്. കാഫിറുകളെ കുറിച്ചൊരു പരാമർശമേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ തന്നെ പറയുന്നു, ബൈനർ റജുലി വ ബൈനശ് ശിർകി തർക്കുസ് സ്വലാ, ബൈനർ റജുലി വ ബൈനൽ കുഫ്രി തർക്കുസ് സ്വലാ, ബൈനർ റജുലി വ ബൈനശ് ശിർകി തർക്കുസ് സ്വലാ. മുസ്ലിമിന്റെ റിവായ ബൈനർ റജുലി വ ബൈനൽ കുഫ്രി തർക്കുസ് സ്വലാ. അഹ്മദിന്റെ നിവേദനം ലൈസ ബൈനൽ അബ്ദി വ ബൈനൽ കുഫ്രി ഇല്ലാ തർക്കുസ് സ്വലാ. അബൂ ദാവൂദ് നസായി. من ترك الصلاة متعمدا فقد كفر جهارا. طبراني. من ترك الصلاة متعمدا فإذا تركها فقد أشرك. طبراني. എന്തായി പറയുന്നത്? നിസ്കാരവും ശിർക്കും തമ്മിൽ, മുസ്ലിമായ ഒരു മനുഷ്യനും ശിർക്കും തമ്മിൽ വ്യത്യാസം മുസ്ലിം നിസ്കരിക്കും, മുശ്രിക്ക് നിസ്കരിക്കൂല എന്നാണ്. ഒരു മനുഷ്യനും കുഫറും തമ്മിൽ വ്യത്യാസം കാഫിർ നിസ്കരിക്കൂല, മുസ്ലിം നിസ്കരിക്കുമെന്നതാണ്. ഒരാൾ നിസ്കാരം ഒന്ന് മുഴുവനല്ല, ഒരു നമസ്കാരം ഒരുത്തൻ ഒഴിച്ചാൽ മുതഅമ്മിദൻ, ബോധപൂർവം ശറഇന്റെ ന്യായമായ കാരണമില്ലാതെ നിസ്കാരത്തെ സമ്പൂർണമായി സമയത്ത് മറക്കാം. നിസ്കാരത്തിന്റെ സമയത്ത് വാലിബായ ന്യായമായ കാരണത്താൽ ഉറങ്ങിപ്പോവാം. ഇത് കാരണമാണ്. ഈ കാരണമില്ലാതെ നിശ്ചയിക്കപ്പെട്ട നമസ്കാരം സമയത്തെ വിട്ട് പൂക്കിയിട്ട് ഒരുത്തൻ തീർത്തും ഒഴിവാക്കിയാൽ ഫഖദ് കഫറ ജിഹാറാ, അവൻ പരസ്യമായി കാഫിറായി. ഹദീസിന്റെ ഭാഷാർത്ഥമാണ് ഫൈദാ തറക്കഹാ ഫഖദ് അശ്റക, ഓ മുശ്രിക്കായി. നിസ്കാരം ഒഴിച്ചാൽ മുശ്രിക്കായി. ഫഇന്നമൻ തറക സ്വലാത മുതഅമ്മിദൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ്, അല്ലാഹുവിന്റെ കാവലോനെ തൊട്ട് ഒഴിവായി. തുബ്രാനിയുടെ മറ്റൊരു റിവായത്ത് അഹ്ബതല്ലാഹു അമലഹു വബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ് ഹത്താ യുറാജിഅ ലില്ലാഹി തൗബ, പടച്ചവനോട് തൗബ ചെയ്യാത്തിടത്തോളം അവന്റെ സകല അമലുകളും അല്ലാഹു തആല പൊളിച്ചു കളയും, നിഷ്ഫലമാക്കും. കുതിബ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ മിമ്മൻ യദ്ഖുലുഹാ. അബൂ നുഐം റിവായത്ത് ചെയ്ത ഹദീസിന്റെ റിപ്പോർട്ട് എങ്ങനെയാ? ഒരു നമസ്കാരം ഒരുത്തൻ ഒഴിവാക്കിയാൽ നരകത്തിന്റെ കവാടത്തിന്മേൽ അവൻ നരകക്കാരുടെ പട്ടികയിൽ പേര് കാണും. ബർത്ത് റിസർവ് ചെയ്യപ്പെട്ടവരുടെ പേര് വിവരം നമ്മുടെ സാധാരണ ട്രെയിനുകളുടെ കമ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ തൂക്കിയിടപ്പെടുന്നത് പോലെ നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഇവന്റെ പേര് രേഖപ്പെടുത്തുമെന്ന് ഖാല റസൂലുള്ളാഹി. നോക്കണം,
ഇതിന്റെ അടിസ്ഥാനത്തിൽ കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൂന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ വൈറ സ്വലാത്ത്. തുർമുദി നിവേദനം ചെയ്ത അബ്ദുല്ലാഹ് ഇബ്നു ശഖീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്ത ഹദീസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബ് ഇസ്ലാം മതത്തിലെ ഒരു കടമയോ ഒരു കർമ്മമോ ഒഴിച്ചതിന്റെ പേരിൽ കാഫിറാകും എന്നും ഒഴിക്കൽ കുഫറാണെന്നും വിധി എഴുതിയിരുന്നതുണ്ടെങ്കിൽ അത് നമസ്കാരം മാത്രമാണ്. മറ്റൊന്നും ഒഴിച്ചവനെ, മറ്റൊരു കർമ്മം ഒഴിച്ചവനെ കാഫിറെന്ന് സ്വഹാബാക്കൾ വിധി എഴുതുമായിരുന്നില്ല. തുർമുദിയുടെ റിപ്പോർട്ട്. ചെറിയ സ്വഹാബികളല്ല. ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒക്കെ നമ്മൾ പേര് കേട്ട് ബുഖാരി മുസ്ലിം നിറഞ്ഞു നിൽക്കുന്ന ഹദീസിന്റെ റാവികളായ നമുക്ക് ഇസ്ലാം മതം തന്ന സ്വഹാബാക്കളാ. ഇവരൊക്കെ നിസ്കാരം ഒഴിച്ചവർ കാഫിർ എന്ന് പരസ്യമായി വിധി എഴുതുന്നവരാണ്. സ്വഹാബത്തിന് ശേഷം വന്ന പണ്ഡിത സമുദ്രങ്ങളിൽ അഹ്മദ് ഇബ്നു ഹംബൽ മദ്ഹബിന്റെ ഇമാം, ഇസ്ഹാഖ് ഇബ്നു റാഹോയ, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്, മഹാനായ അബൂ ദാവൂദ് ത്വയാലിസി, മുഹദ്ദിഥീങ്ങളായ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ നിസ്കാരം ഒഴിച്ചവർ കാഫിർ എന്ന് പറഞ്ഞവർ. അവരെ കുറിച്ച് പിന്നെ നമ്മൾ ആലോചിക്കണോ? അക്കഥ നമ്മൾ നോക്കണോ? അതുകൊണ്ട് അത് കുഫറാണെന്ന് മനസ്സിലാക്കി തന്നെ ആ പറഞ്ഞത് നമുക്ക് ഒഴിവാക്കാം. അത്തരം ഒരു അവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാവരുത്. വിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നത് രണ്ടു കൂട്ടരാണ്. ഒന്നുകിൽ മുഹാഫദത്തുൻ അല സ്വലാ, നിസ്കാരത്തെ കൃത്യമായി നിഷ്ഠയോടുകൂടെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്നവർ. അവരെ അള്ളാഹു എങ്ങനെ വിവരിക്കുന്നു നോക്കി. 3 ആയത്തുകളിൽ അള്ളാഹു തആല അവരെ വർണ്ണിക്കുന്നുണ്ട് ഖുർആനിൽ മൊത്തം. സൂറത്തുൽ അൻആമിൽ 92-ാമത്തെ ആയത്ത്, സൂറത്തുൽ മുഅ്മിനൂൻ 9-ാമത്തെ ആയത്ത്, സൂറ മആരിജിലെ 34-ാമത്തെ ആയത്ത്. ഇവിടെ അല്ലാഹു തആല മുഅ്മിനീങ്ങളായ ആളുകളെ അവരെ വർണ്ണിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂറത്തുൽ അൻആമിൽ ആയത്തിൽ അല്ലാഹു പറയുന്നു നോക്കി, വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറതി യുഅ്മിനൂന ബിഹി വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. ഹദാ കിതാബുൻ അൻസൽനാഹു എന്ന് ഖുർആനെ കുറിച്ച് അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്ത്. ആ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർ വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറ, പരലോക വിശ്വാസമുള്ള പരലോക ബോധമുള്ള ആളുകൾ യുഅ്മിനൂന ബിഹി, ഖുർആൻ കൊണ്ട് വിശ്വസിക്കും. വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവർ മാത്രമേ നിസ്കാരത്തിന്റെ മേൽ നിഷ്ഠ പാലിച്ച് സമയം നോക്കി കൃത്യത പാലിച്ച് നിർവഹിക്കുകയുള്ളൂ. പരലോക വിശ്വാസമുള്ളവർ. അപ്പൊ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പരലോക വിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പരലോക ബോധമുള്ളവരും അല്ലാത്തവരുമുണ്ട്. വിശ്വാസത്തിന്റെ കാര്യങ്ങൾ നിന്ന് കൽബിക്ക് നമ്മളങ്ങ് വിശ്വാസ കാര്യങ്ങൾ തള്ളിയിട്ടുണ്ട്. പക്ഷെ കൽബിൽ തള്ളിയത് മുഴുവൻ ബോധത്തിലില്ല, ബോധമില്ല, വിശ്വാസമുണ്ട്. ആ ബോധം വെച്ചിട്ടാണ് പറയുന്നത് വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തെ കുറിച്ച് സദാ വിശ്വാസം ഉണ്ടെന്ന് ശരിക്ക് തന്നെ ബോധത്തിലൂടെ തെളിയിക്കുന്ന ശരിയായ വിശ്വാസികൾ. യുഅ്മിനൂന ബിഹി, അവരാണ് ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർ. വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവരുടെ നമസ്കാരം കൃത്യസമയം നോക്കി സമയനിഷ്ഠ നോക്കി അല്ലാഹു നിശ്ചയിച്ച അദാഇന്റെ സമയത്ത് തന്നെ ഖളാ ആകാതെ വ്യവസ്ഥ പ്രകാരം ജംആക്കാനല്ലാത്ത നിലയിൽ സമയം തെറ്റിക്കാതെ നിർവഹിക്കുന്നവർ ഇവർ മാത്രമായിരിക്കും. സൂറത്തുൽ മുഅ്മിനൂനിലോ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് തുടങ്ങുന്നത് മുഅ്മിനീങ്ങളാണ് ആഖിറത്തിൽ വിജയിച്ചവർ. ആരാണ് ആ വിജയിച്ച മുഅ്മിനീങ്ങൾ? നമസ്കാരത്തിൽ ഖുശൂഉം അതിന്റെ ആത്മാവുമുള്ളവർ. അത് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നത് വഹും അലാ സ്വല വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, നിസ്കരിക്കുന്ന നമസ്കാരങ്ങളുടെ മേൽ അതിന്റെ ചിട്ടകൾ നോക്കി സമയം നോക്കി കൃത്യനിഷ്ഠയോടുകൂടെ നിർവഹിക്കുന്നവരാണവർ. അവരെയാണ് പിന്നെ അല്ലാഹു വർണ്ണിക്കുന്നത് ഉലൈകല്ലദീന യരിഹൂനൽ ഫിർദൗസ, വിശുദ്ധ സ്വർഗം ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുന്നവരും അത് അനന്തരം എടുക്കുന്നവരും. അപ്പൊ അവിടെ അല്ലാഹു തആല വർണ്ണിക്കുന്നത് നമസ്കരിക്കുന്നവരല്ല, നമസ്കാരത്തെ മുഹാഫദത്ത് ചെയ്യുന്നവർ, വിഷമമില്ലാത്തവർ, സങ്കടമില്ലാത്തവർ, അവനവന് വല്ല ഹൈറും കിട്ടിയാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ അവന് ആർത്തിയില്ലാത്തവർ. അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർ അവരിൽ നിന്ന് ഒഴിവാണ്.
എങ്ങനത്തെ നിസ്കാരക്കാർ? എന്നും നിസ്കരിക്കുന്നവർ എന്നവിടെ പറഞ്ഞു. ശേഷം അതേ കൂട്ടരെ അല്ലാഹു പിന്നെ പറയുന്നത് സൂറത്തുൽ മആരിജിൽ വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. മാനസിക വിഷമത്തിൽ നിന്നും മനുഷ്യന്റെ ദൗർബല്യമായ കെടുതികളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ തീരെ വയ്യ. അസഹിഷ്ണുതയും സ്വാർത്ഥതയുമാണ് മനുഷ്യനുള്ളത്. പക്ഷേ നിസ്കരിക്കുന്നവർക്കതില്ല. ഏതു നിസ്കാരക്കാർക്ക്? വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. സമയനിഷ്ഠ പാലിക്കുന്ന നിസ്കാരക്കാർക്ക്, കർമ്മത്തിന്റെ വ്യവസ്ഥകൾ പാലിക്കുന്ന നിസ്കാരക്കാർക്ക്, കൃത്യനിഷ്ഠയുള്ള നിസ്കാരക്കാർക്ക്, എന്തെങ്കിലും കാരണം പറയുമ്പോൾ നിസ്കാരം ഒഴിവാക്കുന്നവർക്കല്ല. ഈ 3 അല്ലാഹു പറയുന്ന വിശ്വാസികൾ വിശ്വാസി സമൂഹത്തിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്ന് സവിശേഷപ്പെട്ടൊരു മുസ്ലിമീങ്ങളാണല്ലോ. ഈമാനുള്ളവർ എന്ന് അള്ളാഹു വർണ്ണിക്കുന്നവരും പുകഴ്ത്തുന്നവരുമായ വിശ്വാസികൾ, പരലോക വിശ്വാസമുള്ളവർ എന്ന് അള്ളാഹുവിന്റെ റസൂൽ വർണ്ണിച്ചവരും അള്ളാഹു വിവരിക്കുന്നതുമായ ആളുകൾ. അപ്പൊ പിന്നെ അല്ലാത്തൊരു കൂട്ടം മോമിനീങ്ങൾ ഉണ്ട്, മുസ്ലിമീങ്ങൾ തന്നെ പോലെ. നിസ്കാരം അവർ കളവാക്കുന്നില്ല, നിസ്കാരത്തെ അവർ നിസ്സാരമാക്കുന്നില്ല. ഇത് രണ്ടുണ്ടെങ്കിൽ ശരിക്ക് കാഫിറാവുമെന്ന് എല്ലാ മദ്ഹബും പറയും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കം പറയും, നിസ്കാരം അനുവാര്യമായിട്ടില്ല എന്നാ വിശ്വസിക്കണിച്ച അപ്പം കാഫിറായി. ഓൻ ഏത് ഔലിയാണെങ്കിലും വേണ്ടില്ല, നിസ്കാരം തനിക്ക് ബാധ്യതല്ലാന്നോ, നിസ്കാരം മറ്റേതെങ്കിലും ആൾക്ക് ബാധ്യതല്ലാന്നോ പറഞ്ഞാൽ അയാൾ അപ്പം കാഫിറാവും. നിസ്കാരം ഒഴിവാക്കാവുന്ന ഒരവസ്ഥ തനിക്കും അള്ളാഹ്ക്കും ഇടയിലുണ്ടെന്നും അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട് എന്നും എന്റെ ദിക്റ് കൊണ്ട് അതൊക്കെ ഞാൻ നേടിയിട്ടുണ്ട് എന്നും ഒരു ഔലിയ കള്ളം പറഞ്ഞാൽ അയാൾ വ്യാജനാണ്, അയാൾ കാഫിറാണ്. അയാൾ കാഫിർ എന്ന നിലയ്ക്ക് പരടി വെട്ടേണ്ട മുർത്തദ്ദാണ് എന്നാണ് നമ്മളെ മസല. അപ്പൊ നിസ്കാരം ഒഴിവാക്കുന്ന ഒരവസ്ഥയില്ല. നമസ്കാരം നിർബന്ധമായി നിർവഹിക്കേണ്ടതായ ആളുകൾ, മുഹാഫലത്ത് ചെയ്യുന്ന ആളുകൾ, മുഹാഫലത്ത് ചെയ്യാത്ത ആളുകൾ, ഇങ്ങനൊരു കൂട്ടരേ ഉള്ളൂ. മുഹാഫലത്ത് ചെയ്യാത്ത ആളുകൾ നിസ്കാരം നിർബന്ധമെന്നൊക്കെ പോലെ അംഗീകരിക്കണേ. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വയല് കേട്ടിട്ട് പഠിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും പഠിച്ചിട്ടുണ്ട്. വയല് കേട്ടൊക്കെ ഇപ്പൊ നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും പഠിക്കുവോ? അങ്ങനെ കൊടുക്കണേന് പേര് ക്ലാസ് എന്നാ. എല്ലാവരും കേട്ട ക്ലാസ്. ആ ക്ലാസ്സിൽ തന്നെ നിസ്കാരം നമ്മൾ പറയണെന്ന് വെച്ചാൽ അപ്പം പോകും ചിലര്. വിഷയം നീ ആ നിസ്കാരത്തെ പറ്റിയാ പറയണെന്ന് പറഞ്ഞാൽ ഇരിക്കണോടത്തുനിന്ന് പോയി വിടും. വേറെ ഞാൻ ബാണം പിണ്ണീനെ പറ്റിയാ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. ബാണം പിണ്ണത് ഇപ്പൊ എന്താ മതപ്രസംഗത്തിൽ എന്നുള്ള ആൾക്ക് നിസ്കാരം പറയണെന്ന് പറഞ്ഞാൽ അപ്പം പേടും. പിന്നെ ഇവിടുന്ന് ആ ക്ലാസ്. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകളോ ഫറളുകളോ പഠിക്കാൻ അവസരമുണ്ടായിട്ട് പഠിക്കാത്ത അവസ്ഥയിലാണ്. ഏതായാലും ആവട്ടെ, മദ്രസ പഠിച്ചിട്ടുണ്ടല്ലോ മിക്കവാറും. അതില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ല. അത് ഈ സമുദായത്തിന്റെ ഒരു മഹാഭാഗ്യമാണ്. ഓത്തുള്ളിയും മദ്രസയും കുട്ടിക്കാലത്ത് ഖുർആൻ പഠിക്കുക, അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ നിസ്കാര കണക്കൊക്കെ പഠിക്കാം. പക്ഷെ അതും പോവുകയാണ്. അത് നമ്മളെ ഇംഗ്ലീഷ് മീഡിയങ്ങളും നഴ്സറികളും മറ്റേ കുന്തങ്ങളും ഒക്കെ വന്ന് നോക്കുമ്പോൾ അത് പോവില്ലേ? ഇംഗ്ലീഷ് മീഡിയത്തിലെ CBSE സിലബസിന്റെ കൂടെ ഒരു പീരീഡ് മതമുണ്ട്, മോറൽ നമ്മൾ ആക്കി കൊടുത്താലേ അപ്പം നിസ്കാരം പഠിയോ, ഖുർആൻ പഠിയോ? ഖുർആനും നിസ്കാരം പഠിക്കാൻ അതും അവസരം പോവാണ്. ഈ തലമുറ മാത്രമായിട്ടാണ് ഈ സമുദായത്തിന്റെ മക്കളായി വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിരൂപിച്ചു നോക്കൂ. സ്കൂളിലും മദ്രസയിലും പോയി വളർന്നു വരുന്ന ഇന്നത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാർ, ഈ ചെറുപ്പക്കാരുടെ മക്കൾ ഗൾഫ് പോയിട്ടുണ്ടോ ഒരു ചെറുപ്പക്കാരനെങ്കിൽ തീർച്ച അവർ പോകുന്നത് പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയാൽ ഒരു വിധത്തിൽ മുസ്ലിമീങ്ങൾ നടത്തുന്നതിൽ 1 or 2 അവർ അല്പം മതം പഠിപ്പിക്കുമെന്ന് പറഞ്ഞവന് നിസ്കാരത്തിന്റെ കണക്ക് നമ്മൾ മദ്രസയിൽ നിന്ന് 5 ക്ലാസ് വരെ പഠിച്ചവർക്ക് കിട്ടുന്നത് കിട്ടുമോ? നിശ്ചയം കിട്ടൂല, തീർച്ചയാണ് കിട്ടൂല. വേറെ പഠിപ്പിക്കണം, ട്യൂഷൻ വെച്ച് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ബാപ്പാരന്മാരും വേറെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ കിട്ടൂല. അങ്ങനെ കിട്ടാത്ത മക്കൾ മാത്രമാണ് നമ്മുടെ സമുദായത്തിൽ വളർന്നു വന്ന തലമുറയായി വർത്തമാന സമൂഹം എന്ന് ഒരു കാലത്ത് വരുന്നതെങ്കിൽ ആ കൂട്ടരൊന്ന് ആലോചിച്ചു നോക്കി. അപ്പൊ അത്തരം കൂട്ടർ വന്നാലും നമസ്കാരം ഹലാലാണ്, അല്ല നിർബന്ധമാണ് എന്നുള്ള വിശ്വാസമുണ്ട്, ബാധ്യതയുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്, പഠിച്ചത് അത്യാവശ്യമൊക്കെ, അല്ലെങ്കിൽ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചവർ പഠിച്ചവരായിട്ടുണ്ട് എന്നതുകൊണ്ട് സമുദായം മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. പക്ഷേ മുഹാഫദത്തില്ലാത്തവരാണ്. ഇങ്ങനെ 2 കൂട്ടമായി അള്ളാഹു മുഅ്മിനീങ്ങളെ വിഭജിക്കുന്നു. അല്ലാത്തവര് കാഫിരീങ്ങൾ എന്നുള്ള ആൾക്ക് വേറെ നിർത്തണം എന്ന് വെച്ചിട്ട് ഇനി പുറത്തു പോയിട്ട് നിസ്കാരം ഒഴിച്ചാൽ കാഫിറാണ് ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രയോഗത്തിൽ ചിലത് ഗൗരവതരമായ പ്രയോഗങ്ങളുണ്ട്, ചിലത് മറ്റേണ്ടത് ഇപ്പൊ എല്ലാവർക്കും അറിയാം. നിസ്കരിക്കാത്തൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ മരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കാഫിറാന്നും പറഞ്ഞ് നമ്മളെ പള്ളിക്കാട്ടിക്കൊണ്ടായിരിക്കുമോ?
നമ്മളെ മക്കബറിക്ക് കൊണ്ടുവരായിരിക്കുമോ? നമുക്ക് നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ മയ്യത്ത് നിസ്കരിക്കേണ്ടി വരും, നിർബന്ധ. മയ്യത്ത് കുളിപ്പിക്കണം, നിർബന്ധ. മുസ്ലിമാണ് തന്നെ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. മുർത്തദ്ദാണെന്നും ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെന്നും തെളിയാത്തിടത്തോളം കാലം ഈ സമുദായത്തിൽപ്പെട്ടവരെന്ന് മനസ്സിലാക്കിയാൽ ഉമ്മവാപ്പാന്മാർ മുസ്ലിമായിട്ടുള്ളവരോ പരമ്പരാഗതമായിട്ട് ആരെങ്കിലും മുസ്ലിമായിട്ടുള്ളവരോ ഉള്ള ആ കുലത്തിൽ പിറന്നാൽ അയാളെ നമ്മളെ പള്ളിക്കാട്ടിലും മക്കബറിൽ കൊണ്ട് ഈ മറമാടും. അത് നിർബന്ധ. അപ്പൊ മുസ്ലിമാണ് ഉറപ്പല്ലേ? കാഫിറാന്ന് വിധി എഴുതാൻ വേണ്ടിയിട്ട് ദൃഷ്ടരാകുന്ന ആളുകളും പള്ളിക്കാട്ടിക്ക് കൊണ്ടിരുന്നോടത്തെത്തുമ്പോൾ മുസ്ലിമാണെന്ന് പറയും. അവിടെ ഇമാം ഷാഫിയുടെയും സൂക്ഷ്മഘട്ടത്തിൽ ഇതിനെ നിയമം വെച്ചുകൊണ്ട് നിയമവും ധർമ്മവും രണ്ടാക്കി വിശദീകരിച്ചുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ള മദ്ഹബിന്റെ ഇമാമുകൾ വന്നപ്പോൾ കൃത്യമായി പറഞ്ഞ വിധി തന്നെയാണ് അവിടെ നമ്മൾ പാലിക്കുന്നത്. അവിടെ നമ്മൾ മൂമിനീങ്ങൾ തന്നെയാന്ന് പറയുന്നു. ഇപ്പൊ മൂമിനീങ്ങൾ ആരാ? പിന്നെ ബോധമുള്ള മൂമിൻ, ബോധമില്ലാത്ത മൂമിൻ, പരലോക വിശ്വാസമുള്ള മൂമിൻ, പരലോക വിശ്വാസമില്ലാത്ത മൂമിൻ, ആഖിറത്തിൽ മുഫ്ലിഹായ വിജയികളായ മൂമിൻ, അല്ലാത്ത മൂമിൻ, പൊറുതികേടുകളിൽ നിന്നും ഹലന്റെ സ്വഭാവത്തിൽ നിന്നും മാറുന്ന മൂമിൻ, മാറ്റമില്ലാത്ത അവിശ്വാസികളുടെ സ്വഭാവത്തിലുള്ള മൂമിൻ. ഇങ്ങനെ രണ്ട് മൂമിനീങ്ങൾ. ആ രണ്ട് മൂമിനീങ്ങളിൽ ഇന്നത്തെ സമുദായത്തിലെ ഒരു വലിയ വിഭാഗം എന്ന് പറഞ്ഞാൽ പോരാ, മൃഗീയ ഭൂരിപക്ഷമുള്ള ബഹുഭൂരിപക്ഷവും മുഹാഫദത്തില്ലാത്ത കൂട്ടത്തിലാ വരിക. നിസ്സംശയം നമുക്ക് പറയാം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ടിങ്ങനെ വരുന്നു? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിൻ്റെ ഗൗരവം നല്ലോണം കാണായിട്ട് തന്നെയാണ് എൻ്റെ ഒറ്റവാക്കിലെ മറുപടി. നിസ്കാരത്തിൻ്റെ ഗൗരവം നല്ലപോലെ ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ട്, നിസ്കാരം എന്തൊരു വ്യവസ്ഥ ചെയ്തു എന്ന് തീരെ ആലോചിക്കാഞ്ഞിട്ട്, നിസ്കാരം ഒഴിച്ചാൽ എന്തിരിക്കും അവസ്ഥ എന്ന് തീരെ ആലോചിക്കാഞ്ഞിട്ട്, മൂമിനീങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ മുഹാഫദത്തില്ലാതിരിക്കാനുള്ള കാരണം ഇതാണെന്ന് നമുക്ക് ബോധ്യമാവും. നിസ്കാരത്തിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സാധാരണക്കാർക്കറിയാവുന്നൊരു ഗൗരവം. ശറയിൽ ഏതൊരു നേരത്തും സന്തോഷത്തിനാവട്ടെ, സന്താപത്തിനാവട്ടെ, ദുഃഖത്തിനാവട്ടെ, പുതുമക്കാവട്ടെ, അത്ഭുതത്തിനാവട്ടെ, ഭീകരതക്കാവട്ടെ, തീവ്ര സമയത്താവട്ടെ, ഏത് സമയത്തും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇബാദത്ത് അവിടെ ഏതാ? നിസ്കാരം. നിസ്കാരം എവിടേക്കാ ശറയിൽ നിശ്ചയിച്ചത്? സുന്നത്തായിട്ട് നിശ്ചയിച്ചത് നമ്മളെ ഭാഗ്യ. മൂസാ നബി അള്ളാഹുവിന്റെ റസൂലും കൂടി മെഹറാജിൽ 5 വഖത്തുമ്പോ മാത്രം ഫർലാക്കിയിട്ട് ബാക്കി മുഴുവൻ സുന്നത്താണ്. ഇല്ലാന്തോ ബാക്കിയൊക്കെ സുന്നത്താ. സുന്നത്തുണ്ടെങ്കിലേ ഉള്ളൂ, ബാക്കി 5 വഖത്താ നിർബന്ധമുള്ളൂ എന്ന് നമ്മളെ ഭാഗ്യം. സുന്നത്തായ നിസ്കാരം ഒന്ന് കണക്കൂട്ടി നോക്കി. നിസ്കാരം അള്ളാഹു വ്യവസ്ഥ ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കാം നിസ്കാരത്തിന്റെ വലുപ്പം. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ആകാശത്ത് സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുമ്പോൾ അവിടെ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ള ഇബാദത്ത് എന്താണ്? തീരും വരെ നിസ്കാരം. തുടങ്ങിവെച്ച നിസ്കാരം തീർന്നിട്ടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കഴിയണവരെ തന്നെ നിസ്കാരം. നിസ്കാരമാണ് അവിടെ വ്യവസ്ഥ ചെയ്യപ്പെട്ടത്. ഇനി നിങ്ങൾ നോക്കി, നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ പെരുന്നാളാ, ചെറിയൊരുനാള്. 1 മാസം നോമ്പനുഷ്ഠിച്ച ത്യാഗനിർഭരമായ ജീവിതത്തിലെ ആത്മീയമായ നേട്ടം നേടിയിട്ടുള്ള ഒരു മുസ്ലിമിനെ ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ദിനം. ആ ദിനത്തിൽ ഇസ്ലാമിക സംസ്കാരത്തിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ട പെരുന്നാൾ ആഘോഷത്തിന്റെ മുറ എന്താണ്? മര്യാദ എന്താണ്? കർമ്മം എന്താണ്? പെരുന്നാൾ നിസ്കാരം. അതിന് പോകുമ്പം തക്ബീർ, അതിന് അല്ലാഹു അക്ബർ എന്ന് ഇമാമു തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ തക്ബീർ. ഇപ്പൊ നിസ്കാരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാ. നിസ്കാരത്തിന് പുറപ്പെടും മുമ്പ് ഫിത്ർ, സക്കാത്ത്, ഈ കണക്കിനാ വ്യവസ്ഥ. പെരുന്നാൾക്ക് നിസ്കാരം. എപ്പോഴാ നിസ്കാരമില്ലാത്തത്? ഏറ്റവും ഭീകരമായ ഒരവസ്ഥ, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയമല്ലേ? ആ മരിക്കുന്നത് സ്വാഭാവിക മരണമല്ല, ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ട് മരിക്കുന്നുണ്ടെങ്കിൽ പോലും നിസ്കാരം അല്ലേ? ലിമൻ ഖുതില സ്വബുറാ, പോരാട്ടമില്ലാതെ ശത്രുക്കൾ ജയിലിൽ അടച്ചിട്ടോ തടങ്കലിൽ വെച്ചിട്ടോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് അങ്ങോട്ട് പ്രതികരിക്കാൻ പറ്റാതെ കൊല്ലപ്പെടുന്ന ഒരു മനുഷ്യന് ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെട്ട ഒരു 2 റക്അത്ത് നിസ്കാരമുണ്ട്. കൊലമരത്തിന്റെ ചുവട്ടിലെ നിസ്കാരം. നമ്മൾ വാതിൽ പണ്ടൊക്കെ കേൾക്കാറുണ്ടായിരുന്ന ഹുബൈബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഓർത്തുനോക്കി. അദ്ദേഹമാണ് ഈ ചര്യ അള്ളാന്റെ ഹബീബായ നബിയുടെ കാലത്ത് തന്നെ ആദ്യം നടപ്പാക്കിയാള്. നബിയിൽ നിന്നൊരു ഹദീസ് പഠിച്ചിട്ടല്ല, തന്റെ സ്വന്തം ചിന്തപ്രകാരം, ആലോചന പ്രകാരം തന്നെ പടച്ച റബ്ബിന് വേണ്ടി റബ്ബിനോടൊന്ന് മുനാജാത്ത് നടത്തി ആ സന്നിധാനത്തിലൊന്ന് സങ്കടം പറഞ്ഞ് ആ പടച്ചവന്റെ മുമ്പിലൊന്ന് നിന്ന് അവനെ ഒന്ന് അഭിവാദനമർപ്പിച്ച് അവന്റെ മിഅ്റാജ് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് അങ്ങ് പോയാൽ
കൊലമരത്തിന്റെ ചുവട്ടിൽ വെച്ച് നടത്തുന്ന ഏറ്റവും നല്ല ധീരോദാത്തമായ ഒരു ധർമ്മമായിരിക്കും, ഒരു വിശ്വാസിയുടെ, ഒരടിമയുടെ ഏറ്റവും മുന്തിയ കടമയായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം നടപ്പാക്കിയ ആ മഹാന്റെ നമസ്കാരത്തെ അല്ലാഹുവിന്റെ റസൂൽ ഈ ദീനിൽ അംഗീകരിക്കുകയും മൗനം നൽകിയിട്ട് അത് ഇസ്ലാമിന്റെ ഒരു സുന്നത്തായി കർമ്മമാക്കാ ചെയ്തത്. ശത്രുക്കളെ നേരെ നോക്കിയിട്ട്, കൊല്ലാൻ വന്ന ആളുകളുടെ മുമ്പിൽ നോക്കിയിട്ട് وقد جامعوا أبناءهم ونساءهم وقربت من جذع طويل ممنع. 2 റക്അത്തൊന്ന് നിസ്കരിക്കാൻ എന്നെ നിങ്ങൾ അനുവദിക്കുമോ എന്ന് തന്നെ പിടികൂടി ചങ്ങലക്കിട്ടിട്ട് കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നത് വരെ എന്തു ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ബദർ യുദ്ധത്തിൽ വെച്ച് കൊന്ന ഹാരിസ് എന്ന് പറയുന്ന കാഫിറിന്റെ മക്കൾ പകരം വീട്ടാൻ വേണ്ടിയിട്ട് തന്റെ ബാപ്പാന്റെ കൊലയാളിയെ, തന്റെ ബാപ്പാനെ ക്രൂരമായി ബദറിൽ കൊന്ന കൊലയാളിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പകരം വീട്ടാൻ നിശ്ചയിക്കുന്നത് വരെ കാലിന്റെ കുരുക്കു ചങ്ങല, കടുത്ത ചങ്ങല, ആ ചങ്ങലയിൽ ബന്ധു ചെയ്ത് കൊല്ലാൻ അവർ തീരുമാനിച്ച് കഴമരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി കുരിശിച്ചിട്ട് തറക്കാനും കൊന്നിട്ട് വെക്കാനും വേണ്ടി നിശ്ചയിക്കപ്പെട്ട കഴുമരത്തിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം ചോദിക്കുന്നത്, ഒരു 2 റക്അത്ത് ഞാൻ നിസ്കരിച്ചോട്ടെ? അവസാനത്തെ മോഹം ഇന്നും കൊടുക്കുമല്ലോ അതിനവസരം. അന്നും കൊടുത്തു, അത് മനുഷ്യപ്പറ്റുള്ളവരൊക്കെ കൊടുക്കും. ആ മോഹം അവർ കൊടുത്തു, കാഫിറുകളാണ്. പക്ഷേ അവർ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. അത് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തനിക്ക് പറ്റുന്ന വിധം നിസ്കരിച്ചിട്ട് മഹാൻ പറയാ, അല്ലാഹുവാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കൊലയാളികൾ ദുഷ്ടന്മാർ, ഞാൻ മരണത്തിൽ നിന്ന് കുറെ നേരം രക്ഷപ്പെടാനുള്ള പഴുത് തേടുകയാണ്, എനിക്ക് മരിക്കുന്നതിൽ വിഷമമുണ്ട്, ജസമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുമായിരുന്നില്ലെങ്കിൽ ഈ നിസ്കാരം ഞാൻ കുറെ അങ്ങ് നീട്ടുമായിരുന്നു. എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് മടുത്തിട്ടില്ല, പടച്ചവന്റെ മുനാജാത്ത് എനിക്ക് മടുത്തിട്ടില്ല, പടച്ചവന്റെ തഹയ്യത്ത് എനിക്ക് മടുത്തിട്ടില്ല, ഞാൻ ഒന്നുകൂടി നീട്ടുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് തന്റെ സങ്കടങ്ങളും തന്റെ പരിദേവനങ്ങളും അദ്ദേഹം പറഞ്ഞ കവിത ആ കൊലയാളികളായ ആളുകളിൽ നിന്ന് പിന്നീട് വിശ്വസിച്ചവരാ ലോകത്തിന് നൽകുന്നത്. ഈ ഗോത്രക്കാർ ഒന്നാകൈത അവരുടെ ശാസ്ത്രവങ്ങളും ശത്രുതയും പകയും എന്റെ നേർക്ക് പ്രത്യക്ഷമാക്കുന്നു, എന്നെ തുപ്പുന്നു, ശകാരിക്കുന്നു, പൊഴിയുന്നു, കുത്തുവാക്കുകൾ പറയുന്നു, മോശപ്പെടുത്തുന്നു, എല്ലാം എന്നെ ചെയ്യുന്നു. അവരൊറ്റയ്ക്കല്ല, മക്കളെയും കുട്ടികളെയും ഒത്തുകൂട്ടിയിട്ട് അവരാനന്ദ നൃത്തം ചവിട്ടിട്ട് എന്നെ കൊല്ലുന്നത് കാണാൻ, എന്റെ രക്തം കാണാൻ, എന്നെ കൊല്ലുന്നത് കണ്ട് രസിക്കാൻ, അവരുടെ ബാപ്പാനെ കൊന്നതിന് പ്രതികാരം കിട്ടാൻ, അത് കാണാൻ വേണ്ടിയിട്ട് ആനന്ദിക്കാൻ അവർ സമ്മേളിപ്പിച്ചിരിക്കുന്നു എല്ലാവരെയും. ഞാനിതാ വലിയ ഒരു കഴുമരം, വലിയ മരം, ആ മരത്തിന്റെ സമീപത്തെത്തിയിരിക്കുന്നു. ഇപ്പോഴും അള്ളാന്റെ ശത്രുക്കളോട്, ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഒരു വിനയവും ഞാൻ കാട്ടൂല, അവരോടൊരു യാചനയും ഞാൻ നടത്തൂല, അവരോട് യാതൊരു കെഞ്ചലും ഞാൻ നടത്തൂല. എനിക്കതൊരു പ്രശ്നമല്ല, എനിക്കവരെന്നെ കൊല്ലുന്നത് പ്രശ്നമല്ല. എനിക്ക് അസഹ്യത കാണിക്കാനുമില്ല, മനസ്സിന്റെ കത്ത് പൊറുതികേടുമില്ല. അള്ളാഹുവിലേക്കല്ലേ ഞാൻ മടങ്ങുന്നത്. അള്ളാഹുവിലേക്ക് ഞാൻ എന്റെ അന്യായവും സങ്കടവും ഒക്കെ ബോധിപ്പിക്കുകയാണ്, എന്നെ പടച്ച റബ്ബിലേക്ക്. ഈ സേന ഒന്നിച്ചു കൂടി എന്നെ കണ്ടുകൊണ്ട് എന്നെ ക്രൂരമായി കൊല്ലുന്നത് കൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടാൻ വന്ന ആളുകളെ ഞാൻ ലവലേശം മൈൻഡ് ചെയ്യുന്നില്ല.
അവരെ ഞാൻ നോക്കുന്നേയില്ല, അവരുടെ നിലപാട് ഞാൻ നോക്കുന്നേയില്ല. പക്ഷേ വഖദ് ഹാമലതു വഖദ് ഖയ്യറൂ ഫിൽ കുഫ്രി വൽ മൗതി ദൂനഹു വഖദ് ഖയ്യറൂ ഫിൽ കുഫ്രി വൽ മൗതി ദൂനഹു വഖദ് ഹാമലതു ഐനായ മിൻ ഗൈരി മജ്സഇ. ഒന്നുകിൽ അവരുടെ കൂട്ടത്തിൽ കൂടുക, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോരുക, അല്ലെങ്കിൽ മരിക്കുക. ഏത് വേണമെന്ന് തീരുമാനിച്ചോ എന്നവരെന്നോട് ഇഷ്ടം തന്നിരിക്കുകയാണ്, എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമോ, എനിക്ക് അവരുടെ കൂടെ കൂടിയാൽ മതി. വാസ്തവത്തിൽ ഒരാൾക്ക് ഇസ്ലാമിന്റെ നിയമപ്രകാരം വേണമെങ്കിൽ അവിടെ പ്രത്യക്ഷത്തിൽ പോലെ കൂടെ കൂടാ. ഇല്ലാമൻ നുക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. മരിക്കുമെന്നിടത്തെത്തുമ്പോ സ്വന്തം നഫ്സിനെ കുരുതി കൊടുക്കേണ്ടിടത്തെത്തുമെന്നെത്തുന്ന സമയത്ത് വേണമെങ്കിൽ മനസ്സിൽ ഈമാൻ ഉറപ്പിച്ച് പുറത്ത് കാഫിറാകാം. അതിൽ ഇസ്ലാം വ്യവസ്ഥയുണ്ട്. ഒരാളെ മരിക്കാനായിട്ട് വിടൂല. കാരണം ഇസ്ലാമും ഈമാനും ഹൃദയത്തിന്റെ അകത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ശത്രുക്കൾ കാണാതെ നിർവഹിക്കാൻ പറ്റുന്നതാണ്. നിരന്തരം അവൾ പീഡിപ്പിച്ചാൽ മനസ്സുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. എല്ലാം നിർവഹിക്കാം. ഇസ്ലാമിന്റെ നിയമം അതാണ്. അതാണ് ഇസ്ലാമിലെ ലാളിത്യം. ലളിതമാണ് ഇസ്ലാം. ആ ലളിതമായ ഇസ്ലാം പ്രകാരം പ്രശ്നമല്ല. പക്ഷേ ഞാൻ കാഫിറാകാൻ തയ്യാറല്ല. എങ്കിലും എന്റെ കണ്ണുകൾ ഇതാ നിറഞ്ഞൊഴുകുകയാണ്, എന്റെ കണ്ണുകൾ ഇതാ നിറഞ്ഞൊഴുകുകയാണ്. മരിക്കുമെന്ന പേടി കൊണ്ടല്ല. മരണത്തിന്റെ പേടി എനിക്ക് അശേഷമില്ല. ഞാൻ എന്തായാലും മരിക്കുമല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമല്ലോ, കൊന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായി മരിക്കുമല്ലോ, പിന്നെ എനിക്കെന്ത് പേടി? പക്ഷേ കത്തിയാളുന്ന നരകത്തിലാക്കുമോ എന്റെ പ്രവേശനം, അവിടെയാകുമോ എന്റെ കിടപ്പാടം? ഇതാലോചിക്കുമ്പോഴാ എനിക്ക് പ്രശ്നം. എനിക്ക് പ്രശ്നമല്ല. അതേസമയം സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇതിന്റെ ഈരടികളിൽ 2 വരി കാണാം. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ. മുസ്ലിമായാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എനിക്കെന്ത് പ്രശ്നം, എനിക്കെന്ത് പ്രയാസം? എന്നെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തിയിട്ട് കൊന്നാൽ എനിക്കെന്ത് പ്രശ്നം? ഏത് ഭാഗത്തേക്ക് ഏത് വിധേന എന്നെ തള്ളിയിടപ്പെടുന്നുവോ, നശിപ്പിക്കപ്പെടുന്നുവോ, മരിച്ചിടപ്പെടുന്നുവോ, മരിച്ചു തള്ളുന്നുവോ, എനിക്ക് പ്രശ്നമല്ല. എങ്ങനെ വീഴുന്നതും പ്രശ്നമല്ല. പക്ഷേ മരിക്കുന്നത് മുസ്ലിമായി വേണം. പക്ഷേ മുസ്ലിമായി മരിക്കുക ഇത് അല്ലാഹുവിങ്കലുള്ള കാര്യമാണ്. അത് അല്ലാഹു തീരുമാനിക്കുന്ന കാര്യമാണ്. അള്ളാന്റെ ഔദാര്യം, അള്ളാന്റെ വിധി, അള്ളാന്റെ തൗഫീഖ് എനിക്കുണ്ടാകുമോ എന്ന് മാത്രമേ എനിക്ക് ആശങ്കയുള്ളൂ. അതുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. എന്റെ അവയവങ്ങൾ തുണ്ടു തുണ്ടായി അരിഞ്ഞു വീഴ്ത്തി മുറിച്ച് ഭക്തമാക്കിയിട്ട് എന്നെ ചാരമാക്കി വലിച്ചെറിഞ്ഞാലും അതൊക്കെ കൂട്ടിച്ചേർത്ത് ശരിയായ ഹുബൈബിനെ യാത്രയാക്കാൻ അല്ലാഹുവിന് കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മറുമരത്തിന്റെ മുമ്പിൽ വെച്ച് അല്ലാഹു തആലാനെ സ്മരിച്ച് നിസ്കരിച്ച ഹുബൈബ് നിസ്കരിച്ച നിസ്കാരം ഇസ്ലാം മതത്തിലെ വ്യവസ്ഥ ചെയ്യപ്പെട്ട നിസ്കാര. കഴുമരത്തിന്റെ മുമ്പിൽ നിസ്കാരം. ഒരാള് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് വിവാഹം. കുടുംബജീവിതത്തിലേക്ക് ഒരാൾ കാലെടുത്തു വെക്കുന്നു. അതുവരെയുള്ളത് യാതൊരു ജീവിതം. കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പോകുമ്പോ ഈ വാചകത്തോടു കൂടെയാണ് നിക്കാഹ്. ഈ വാചകം ഉച്ചരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരാൾ അഖദിന്റെ മുൻപ് 2 റക്അത്ത് നിസ്കരിക്കൽ, നിക്കാഹ് നടത്തിക്കൊടുക്കുന്ന പെണ്ണിന്റെ കൈക്കാരനും സുന്നത്താണ്, ഏറ്റെടുക്കുന്ന ഭർത്താവിനും പുതുമാരനും സുന്നത്താണ്. ആ സമയം ഭാര്യയെ കൊണ്ടുപോയി മണിയറയിൽ കൂടി നടാട് വീട്ടിൽ കൂടുമ്പോ ലൈലത്തുൽ സിഫാഫ് വീട്ടിൽ കൂടുന്ന ആ നാളിൽ അവർ തമ്മിൽ കൈവച്ചുകൊണ്ട്, ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ട് പിന്നീട് നടത്തേണ്ടത് ആലിംഗനമല്ല. പിന്നെ അവർ നടത്തേണ്ട ഒന്നാമത്തെ കർമ്മം സുന്നത്ത് ശറഇന്റെ വ്യവസ്ഥിതി പടച്ച റബ്ബിന് നിസ്കരിക്കല. ആലോചിച്ച് നോക്കണങ്ങള്, എവിടെയാണ് നിസ്കാരമില്ലാത്തത്?
ഒരു വിപത്തിന്റെ ഭൂമിയിലെത്തിയാൽ നിസ്കാരം, ബലാക്കപ്പെട്ട ഒരു രോഗിയെ കണ്ടാൽ അവിടെ സുജൂദ്. ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് നിസ്കാരം, സുജൂദും റുക്കൂഅ. ആ നിസ്കാരത്തിന്റെ രൂപം ഒന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ നിസ്കാരത്തിന്റെ വ്യവസ്ഥ മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഇതിന് ഒഴിവില്ല. ഈ ഫറലാക്കപ്പെട്ട നിസ്കാരം എപ്പോഴെങ്കിലും ഒഴിവുണ്ടോ? ബുദ്ധി എന്ന ഒന്നുണ്ടോ? അതായത് വകതിരിവ് എന്ന ഒന്നുണ്ടോ? എങ്കിൽ നിസ്കാരം ഒഴിവില്ല കൂട്ടരെ. ട്രെയിനിലാണ്, എങ്ങനെയാ നിക്കരിച്ചിട്ടും എന്താ കാര്യം മടക്കണല്ലോ എന്നും വിചാരിച്ചിട്ട് ഓടില്ലേ, നിൽക്കണില്ലല്ലോ എന്ന് കരുതി നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? കിബില കിട്ടണില്ലല്ലോ എന്ന് കരുതി നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? ബസ്സിലാണല്ലോ ഞാൻ, ബസ്സിൽ ഓടുമ്പോ നിക്കരിക്കണേ, ഉടുക്കാ എങ്ങനെയാ നിക്കരിക്കണേ, ഒഴിവാക്കാൻ പറ്റുമോ? പറ്റൂല. അവിടെ ഒക്കെ വ്യവസ്ഥ ഉണ്ട് നിസ്കാരത്തിന്. കിബിലയില്ലാത്തവന് നിസ്കരിക്കണം. ഇളകിക്കൊണ്ടിരിക്കുന്നവൻ, ചലിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, നിസ്കരിക്കണം. നിസ്കാരമില്ല. ജമ്മാക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന, വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഒഴിച്ച്, അതായത് ദുഹുറും അസുറും, ദുഹുറിനെ അസുറിലേക്കും അസുറിനെ മുന്തിച്ചു ദുഹുറിലേക്കും കൂട്ടി നിസ്കരിക്കാം. മഗ്രിബും ഇശായും മഗ്രിബിനെ ഇശായിലേക്കും ഇശായിനെ മഗ്രിബിലേക്കും മുന്തിച്ചും ജമ്മാക്കാം. നിയമപ്രകാരമുള്ള യാത്രക്കാരന് ആ സമയത്ത് ആ നിലയിലുള്ള നിസ്കാരത്തിന് ആ സമയം പോക്കാന്നല്ലാതെ ദുഹുറിനെ അസുറിന്റെ സമയം വിട്ട് ബിന്ദിക്കാൻ വയ്യ. സുബ്ഹിനെ സൂര്യോദയത്തിന്റെ സമയം വിട്ട് ബിന്ദിക്കാൻ ഒരു വകുപ്പുമില്ല, യാത്രക്കാരനുമില്ല. നോക്കണെങ്കില് ഇത്രയേ സമയമുള്ളൂ. 1 മണിക്കൂർ 20 മിനിറ്റ് ശരാശരി കിട്ടും സുബ്ഹിന്റെ സമയം. മഗ്രിബിന്റെ ഇശാന്റെ സമയം ജമ്മാക്ക. സുബ്ഹിന് ഒരു കണക്കില്ല, കൂട്ടാൻ യാതൊരു വകുപ്പുമില്ല. ആ സമയത്തിന്റെ നിക്കരിച്ചോണം. പക്ഷെ നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിനും നഷ്ടപ്പെടുന്നത് പെണ്ണിട്ടുകൾക്കൊക്കെ സുബ്ഹല്ലേ. അവിടെ എല്ലാവരും കണക്കല്ലേ. ശരിയായ രീതിയിൽ ആലോചിക്കൂ. ഒരു വിധത്തിൽ നമ്മളിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും വലിയവർക്കും വലിയ ഭക്തന്മാരായ ആളുകളോ, ഞങ്ങൾ പള്ളിയിലെ സേവനം ചെയ്യുന്ന ആളുകൾ പിന്നെ പള്ളിക്കൊക്കെ ഇമാമാകേണ്ടി വരും, നിക്കരിച്ചു വരും. അതില്ലായിരുന്നെങ്കിൽ ഞങ്ങളും അങ്ങനെ തന്നെ. ഉറക്കത്തിന്റെ നേരല്ലേ, ഉറങ്ങിയിട്ട് പോകുന്നത് വേറൊന്ന്, പക്ഷേ അത് ഉതിറായ ഉറക്കാവണം. ആ രീതിയിലുള്ള ആകാത്ത തരത്തിൽ കൽപ്പിച്ചൂട്ടിയിട്ടുള്ള തരത്തിലോ അറിഞ്ഞിട്ടുമുള്ള തരത്തിലൊക്കെ ആണെങ്കിൽ എഴുതറില്ല. അതാ നമുക്ക് ഒഴിവുള്ള സമയം, സാധാരണ പോകുന്ന സമയം. അവിടെ ഒരു ജമ്മിന്റെ സമയമല്ല, സൂര്യോദയം വരെ ഉള്ള സമയമുള്ളൂ. അതിലിടക്ക് നിസ്കരിച്ചാൽ യാതൊരു അനക്കത്തിനുമില്ല. നിസ്കാരണ്ട് കണ്ണിന്റെ ഒമ മാത്രം ചലിപ്പിക്കാൻ, പോള മാത്രം ചലിപ്പിക്കാൻ കഴിയുമെങ്കിൽ കണ്ണിന്റെ പോള ചലിപ്പിച്ച് നിസ്കരിക്കണം. നിയമമല്ലേ, ഫറളല്ലേ? ആലോചിക്കുന്നത് കണ്ണിന്റെ ഒമയും കണ്ണിന്റെ പോളയും ചലിപ്പിക്കാൻ വയ്യ. അതും കൂടിയിട്ടാ വല്ല ആക്സിഡന്റിലും കടക്കുന്നത്. പക്ഷെ ഓർമ്മയുണ്ട്, ബോധമുണ്ട്, വകതിരിവുണ്ടെങ്കിൽ അവന്റെ മനസ്സുകൊണ്ട് സമയാസമയത്ത് അതത് നമസ്കാരം അവൻ നിർവഹിക്കണം എന്നാണ് ശരീഅത്തിന്റെ നിയമം. ഇത് നമ്മൾ മദ്രസയിൽ പഠിക്കുന്നതല്ലേ. ബുദ്ധിയുടെ വകതിരിവുള്ള സമയത്ത് ഒരാൾക്ക് നിസ്കാരത്തിൽ നിന്നൊഴിവുണ്ടോ? നമ്മളിവിടെ പഠിക്കേണ്ടത് നിസ്കാരം അല്ല ശരീഅത്തിൽ ഫറളാക്കുമ്പോ അതിന്റെ ഖനോം കട്ടിയ ശത്രുക്കളായ ആളുകളോട് പൊരുതുന്ന സന്ദർഭം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി വേള അതല്ലേ. ആ വേളയിൽ ശത്രു സംഘം കൺമുൻപിലതാ നിൽക്കുന്നു. ഒന്ന് റുക്കൂ ചെയ്യുന്ന അവസ്ഥ നോക്കിയിട്ടാണ് അവരുടെ നിൽപ്പ്. ഒന്ന് സുജൂദ് ചെയ്യുന്ന തക്കം നോക്കിയിട്ട് അമ്പെയ്യാനോ അല്ലെങ്കിൽ വെടിവെക്കാനോ ആ സമയത്ത് വല്ലതും ചെയ്യാനാ ശത്രുവിന്റെ പുറപ്പാട്. അന്നേരം നിസ്കാരം ഒഴിവുണ്ടോ? ഇല്ല. സ്വലാത്തുൽ ഖൗഫ് അന്നേരത്തെ നിസ്കാര. അള്ളാന്റെ ഹബീബ് നിസ്കരിച്ചിട്ടില്ലേ? യുദ്ധവേളയിൽ നിസ്കരിച്ചിട്ടുണ്ട്. ഇമാം അങ്ങനെ നിന്നിട്ട് ഇമാം ഒരു റക്അത്ത് ഒരു സംഘത്തെ കൊണ്ട് നിസ്കരിക്കുക, മറ്റൊരു സംഘം ശത്രുവിന്റെ മുഖത്ത് പോയി ലക്ഷ്യത്തോടു കൂടെ നിൽക്കുക, കാവൽ. ഈ ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ നിസ്കരിച്ചിട്ട് ഇമാമ് ഒറ്റയ്ക്ക് പിന്നെ രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ സ്വന്തമായി ആദ്യ റക്അത്ത് ഇമാമിനോട് കൂടെ കുട്ടിയവർ അവർ പിന്നീട് ഒറ്റയ്ക്ക് ഒരു റക്അത്ത് നിസ്കരിക്കുക. വേഗം പൂർത്തിയാക്കിയിട്ട് ശത്രുപക്ഷത്ത് നോക്കി നിൽക്കുന്ന ആളുടെ ഭാഗത്തേക്ക് ഇവര് നീങ്ങുക. ആ സംഘം അവിടെ ശത്രുക്കളുടെ നേരെ നിൽക്കുകയാണ്. അതേ സംഘം പിന്നെ അവിടെ പോയി ജാഗ്രതരായി നിൽക്കുമ്പോൾ നിക്കരിക്കാതെ അതുവരെ നോക്കിയിരുന്ന സംഘം രണ്ടാമത്തെ റക്അത്തിൽ നിൽക്കുന്ന ഇമാമിനെ നോക്കി നിൽക്കണം. എന്നിട്ട് ഇമാമിനോട് കൂടെ തൊഴണം. ഓർക്കും കിട്ടിയ ഒരു റക്അത്ത് ഇവർക്ക് സലാമിന്റെ പുണ്യം കിട്ടാൻ, ആദ്യത്തവർക്ക് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ പുണ്യം കിട്ടിയതിന് പരിഹാരമാകാൻ ഇവര് അത്തഹിയ്യാത്ത് ഓതിയിട്ട് 2 റക്അത്ത് കഴിഞ്ഞ് സലാം വിട്ടാൻ നേരാകുന്നത് വരെ അത്തഹിയ്യാത്ത് ഓതി ദുആറിന് ഇമാം അവിടെ കാത്തിരിക്കുക. എന്നിട്ട് രണ്ടാം കക്ഷിയെ കൊണ്ട് സലാമും വീട്ടി പിരിയുക. നമസ്കാരത്തിൽ സ്വലാത്തുൽ ഖൗഫിന്റെ ഏറ്റവും ലളിതമായ നബിതങ്ങൾ നമസ്കരിച്ച് കാണിച്ച ഏറ്റവും സുന്ദരമായ രൂപം അതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ രൂപം നോക്കി
ശത്രുക്കളായ കഠിന ശത്രുക്കളായ ആളുകൾ വാളും കുന്തോ അമ്പുമായിട്ട് നേർക്കുനേരെ നോക്കി നിൽക്കുന്ന പോർക്കളത്തിൽ നേർക്കുനേരെ തണ്ടം നോക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ നിസ്കാരം ഒഴിവില്ല. ഇതാ ശറഈ. ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നമസ്കാരം അതിന്റെ വ്യവസ്ഥ പ്രകാരം നിർവഹിക്കാനും അത് ചെയ്യാനും അല്ലാഹു നൽകുന്ന ആഹ്വാനത്തിന്റെ ആഹ്വാനത്തിന്റെ രീതി, ആഹ്വാനത്തിന്റെ ശൈലി നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് ചെറിയതായ രീതിയിൽ പറയട്ടെ. യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു വഅ്ബുദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളായിട്ടുള്ളവരെ, അല്ലാഹുവിനെ കൊണ്ടും ആഖിറം കൊണ്ടും വിശ്വസിച്ചവരെ, ഇർകഉ വസ്ജുദു, നിങ്ങൾ നമസ്കരിക്കുകയും നിസ്കാരം മാത്രം പോരാ, വഅ്ബുദു റബ്ബക്കും, മറ്റു ഇബാദത്തുകളൊക്കെയും നിങ്ങളുടെ റബ്ബിന് വേണ്ടി നിർവഹിക്കുകയും. ഇബാദത്തുകളായി നിർവഹിക്കാൻ നിശ്ചയിക്കപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ മാത്രം പോരാ, വഫ്അലുൽ ഖൈർ, നല്ലതായി ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും പൂർത്തിയായി നിർവഹിക്കുകയും. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിലേ ആഖിറത്തിൽ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് വകയുള്ളൂ. എന്നാന്റെ പ്രയോഗം ലഅല്ലകും തുഫ്ലിഹൂൻ. നമസ്കാരം നിങ്ങൾ നിർവഹിക്കുക, മറ്റു ഇബാദത്തുകൾ നിർവഹിക്കുക. ഇബാദത്തുകൾ മാത്രമല്ല, വേറെയും കർമ്മണ്ട്. പട്ടിണി കിടക്കുന്നവനെ തീറ്റണം, അയൽവക്കക്കാരൻ പ്രയാസത്തിലാണെങ്കിൽ നോക്കണം, കടം കൊണ്ടൊരാൾ കുടുങ്ങിയിട്ട് ആത്മഹത്യക്ക് പോകുന്നുണ്ടെങ്കിൽ കഴിവുള്ളവൻ കടം കൊടുക്കൽ നിർബന്ധമായ അവസ്ഥയാണെങ്കിൽ കൊടുക്കണം. സാമൂഹികമായ ഇത്തരം ബാധ്യതകളൊക്കെ നിർവഹിക്കണം. അതാ വഫ്അലുൽ ഖൈർ. മറ്റെല്ലാ നന്മകൾ, അല്ലാഹു നിശ്ചയിച്ച ആചാരങ്ങൾ, പുണ്യകർമ്മങ്ങൾ, ഇബാദത്താവട്ടെ, സാധാരണമാവട്ടെ, ഏതാവട്ടെ, സാമ്പത്തികമാവട്ടെ, അല്ലാത്തതാവട്ടെ, ഒക്കെ നിർവഹിക്കണം. ഇതൊക്കെ നിർവഹിച്ചാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, ആഖിറത്തിൽ വിജയിക്കുന്നവരായേക്കും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല. എന്നിട്ട് അല്ലാഹു തുറന്നു പറയുന്നത് വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദി. ഇതിന് നിങ്ങൾ സ്വന്തത്തോട് സമരം ചെയ്യേണ്ടി വരും, ശത്രുവിനോട് സമരം ചെയ്യേണ്ടി വരും, ഇച്ഛകളോട് സമരം ചെയ്യേണ്ടി വരും, പ്രതിബന്ധങ്ങളോട് മത്സരിക്കേണ്ടി വരും, ഇസ്ലാമിന്റെ ശത്രുക്കളോട് വാളെടുക്കേണ്ടി വരും, വേണ്ട ജിഹാദുകളെല്ലാം ചെയ്യേണ്ടി വരും. വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി. ഈ മൗലികാവകാശം, റബ്ബ് നിശ്ചയിച്ച കർമ്മം, റബ്ബിന്റെ ചുമതല, റബ്ബ് നിശ്ചയിച്ച കടപ്പാട് നിർവഹിക്കാൻ നിങ്ങൾ വളരെയധികം പണിപ്പെടേണ്ടി വരും. അതിന്റെ ക്രമപ്രകാരം തന്നെ പണിപ്പെടൂ. പണിപ്പെടാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലാഹു തആല ഈ കൽപ്പനകൾ വെച്ചിട്ട് ഈ കൽപ്പനകൾ സ്വീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന 3 വിഷയങ്ങൾ ഈ സമുദായത്തെ പ്രത്യേകം തെര്യപ്പെടുത്തുകയാണ്, ബോധീകരിക്കുന്നു. ആലോചിക്കുക, ഇത് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഉത്തമ സമൂഹമാണ്, മുത്തനബിന്റെ ഉമ്മത്താണ്, അവസാന സമൂഹമാണ്. നിങ്ങൾക്ക് ദൗത്യമുണ്ട്. നിങ്ങൾ കഴിഞ്ഞുപോയ സക്കളെ പോലെയല്ല, കഴിഞ്ഞുപോയ സമുദായത്തെ പോലെയല്ല. ഇസ്ലാമിന്റെ ഇന്നത്തെ മക്കൾ, മുഹമ്മദ് നബിയുടെ സമുദായം ഉത്തമ സമുദായമാണെങ്കിൽ നിങ്ങൾക്ക് കടപ്പാട് ഏറും. എന്താ കാരണം? ഹുവജ്തബാകും വമാ ജഅല അലൈകും ഫിദ്ദീനി മിൻ ഹറജ്. നിങ്ങൾക്ക് ഒന്നാമത്തെ പ്രത്യേകത ഹുവജ്തബാകും, കഴിഞ്ഞ കാലത്തെ സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 1000ഉം 2000ഉം വർഷം ജീവിച്ച ആയുസ് അല്ലാഹു നൽകിയിട്ട് അത്രയും കാലം അല്ലാഹു അവരക്കാലത്തെ നബിയോടൊപ്പം വഴിപ്പെട്ടവരെക്കാൾ നിങ്ങൾക്ക് സ്ഥാനമുണ്ട്. നിങ്ങളെ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുത്തുവെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നല്ല സൗകര്യമുണ്ട്. വമാ ജഅല അലൈകും ഫിദ്ദീനി മിൻ ഹറജ്. ദീനനുസരിച്ച് ജീവിക്കാൻ ഒരു ദുഃഖം നിങ്ങളുടെ ദീനിലില്ല. പണ്ടത്തെ ദീന് പോലെയല്ല. നജസായ സ്ഥലം മുറിച്ചു കളയണം, നജസായ വസ്ത്രം ഖണ്ഡിച്ചു കളയണം, നജസ് കയ്യിലായാൽ നിക്കരിക്കണമെങ്കിൽ ആ ഭാഗത്തെ ഇറച്ചി തന്നെ മുറിച്ചു കളയണം. ഇങ്ങനെയൊക്കെ നിയമമുണ്ടായിരുന്നു പണ്ട്. നമുക്കങ്ങനല്ല, പ്രയാസങ്ങളൊന്നുമില്ല. വമാ ജഅല അലൈകും ഫിദ്ദീനി മിൻ ഹറജ്. സഹിക്കാൻ കഴിയാത്ത, നിർവഹിക്കാൻ പറ്റാത്ത, ദുസ്സഹമാക്കുന്ന ഈ ദുഃഖങ്ങളൊന്നും നിങ്ങളുടെ ദീനിലില്ല. ഈ ദുഃഖമില്ലാത്ത ദീൻ, അത് ഈ ദീനിന്റെ പ്രത്യേകതയാണ്. അത് അല്ലാഹു പറയുന്നത് എന്തിനാ? നിസ്കരിക്കണോ എന്ന് പറഞ്ഞാൽ വെള്ളമില്ലെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ വകുപ്പുണ്ട്, നടക്കാൻ വയ്യെങ്കിൽ നിസ്കരിക്കാൻ വകുപ്പുണ്ട്,
കയ്യും കാലും കെട്ടിട്ടാ നിസ്കരിക്കാൻ വകുപ്പുണ്ട്. ആക്സിഡന്റിൽ കല പോലും അനക്കാൻ വൈകിയ വകുപ്പുണ്ട്. കണ്ണിന്റെ ഓമ പോലും തെറ്റിക്കാൻ വൈകിയ വകുപ്പുണ്ട്. വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണുണ്ട്, മണ്ണും കിട്ടിയില്ലെങ്കിൽ അപ്പോഴും വകുപ്പുണ്ട്. അള്ളാഹ് പറയുന്ന അതാ ഹറജ്, ഒരു ദുഃഖമല്ല. യാത്രക്കാരന് നോമ്പനുഷ്ഠിക്കാൻ വയ്യെങ്കിൽ വകുപ്പുണ്ട്. യാത്രക്കാരന് നിസ്കാരത്തിന് സമയം തെറ്റുമെങ്കിൽ ജമ്മുണ്ട്. ഇതൊക്കെ ഹറജില്ല. ഈ ഹറജില്ലാത്ത നമ്മൾ പിടിക്കേണ്ടതാ. അല്ലാന്റെ റസൂല് അല്ലാന്റെ റസൂൽ രണ്ടു കാര്യം, ആ രണ്ടു കാര്യത്തിൽ നിന്ന് എളുപ്പമുള്ള ചില കാര്യമുണ്ട്. ആ എളുപ്പമുള്ള ചില കാര്യങ്ങൾ എടുത്താൽ അള്ളാഹ്ക്ക് അതാ ഏറ്റവും ഇഷ്ടം. രണ്ട് കാര്യം എളുപ്പമുള്ളതുകൊണ്ട് ദുഷ്കരമുണ്ട്. അവിടെ സാധാരണ ശരാശരിക്കാർക്കാണെങ്കിൽ അവരുടെ സ്വന്തം നെസ്സിനോട് പൊരുതാനുള്ള മുജാഹദത്തിന്റെ അവസ്ഥ ഇല്ലെങ്കിൽ, അങ്ങനെ ഉണ്ട് ചിലർക്ക്. മഹാനായ ഉമർ എന്നവർ, സിദ്ദീഖ് എന്നവരൊക്കെ അങ്ങനെ ചെയ്യും. നോമ്പ് വിൽക്കാൻ, സുന്നത്ത് നോമ്പ് വിൽക്കാന്ന് വെച്ചാൽ കഠിന ഉഷ്ണ സമയത്താണ് ചെയ്യും. അങ്ങനെ ശരീരത്തെ മെരിക്കുക, അതൊരു മുറയാണ്. ഈ മുറ എന്നുള്ള ആൾക്ക് തപസ്സിന്റെ ഭാഗമായി, ഉപാസനയുടെ ഭാഗമായി വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ആദരക്കുള്ള അല്ലാത്ത സാധാരണക്കാർക്കൊക്കെ ലളിതമായതാ ചെയ്യേണ്ടത്. ലളിതമായത് ചെയ്യണ്ടെന്ന് മാത്രമല്ല, ലളിതമായത് ചെയ്യുന്നവരോട് വെറുപ്പ് വന്നാൻ പാടില്ല. ഇബ്നു ഉമർ എന്നവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി പറയുന്നു, മൻ ജാഅതുഹു റുഖ്സത്തുൻ ഫറഗിബ അൻഹാ കുല്ലിഫ യൗമൽ ഖിയാമത്തി അൻ യഹ്മല സിഖലത്തിന്നീൻ ഹത്താ യുഖ്ലാ ബൈനൻ നാസ്. അല്ലാഹു തആല ശറയിൽ കൊടുത്തിട്ടുള്ള ഇളവുകൾ, ആ ഇളവുകളോട് ഒരാൾക്ക് പുച്ഛം തോന്നിയാൽ എന്താ ഇപ്പം മനുഷ്യ കല്ലുകൊണ്ട് മനുഷ്യനെ വൃത്തിയാവൂല, കല്ലുകൊണ്ട് മനുഷ്യട്ട് നിൽക്കിരിക്കണേ. ഇപ്പൊ നമുക്ക് നല്ല സൗകര്യമുള്ള യാത്രക്കാരന് ദീർഘമായ യാത്രയാണ്, 2-3 മർഹലുണ്ട്, 3-4 മർഹലുണ്ട്. ആ മർഹലൊക്കെ ഉണ്ടാവുമ്പോൾ അത്യാവശ്യം നമ്മൾ ഇരിങ്ങിയ ഒരു സ്ഥലത്ത് അവിടെ വിശ്രമിക്കുകയാണ്. ഒരു 3 മണിക്കൂർ ആ പള്ളിയിൽ വിശ്രമിക്കുകയാണ് തീരുമാനിച്ചു. അന്നേരം ദുഹൂർ കഴിക്കാൻ ഒരു 10 മിനിറ്റ് 4 റക്അത്തിന് വേണ്ടുള്ളൂ. പക്ഷേ യാത്ര നിയമപ്രകാരമുള്ള ആ യാത്രയാണെങ്കിൽ അവന് 2 റക്അത്ത് ചുരുക്കി നിസ്കരിക്കലാണ് അന്നേരം ശാഫിഈ മദ്ഹബിൽ പുണ്യം. അങ്ങനെ പുണ്യമാകുന്ന സുദീർഘമായ ഇന്നത്തെ കണക്കിലുള്ള ഒരു 132 140 ഒക്കെ കിലോമീറ്റർ ഉണ്ടായാൽ ഹനഫി മദ്ഹബിലെ 3 മർഹലയാകും. ആ തരത്തിലുള്ള മർഹലക്കുണ്ടെങ്കിൽ, യാത്ര ഉണ്ടെങ്കിൽ അവിടെ ചുരുക്കി നിസ്കരിക്കൽ പുണ്യാണ്. അവിടെ ഒരാൾക്ക് നേരണ്ടല്ലോ, എന്തിനാ നമ്മൾ ചുരുക്കണേ? അള്ളാഹിനോടൊരു മോശമാണത്. അതുകൊണ്ട് ചുരുക്കാൻ പാടില്ല എന്നാ അവന് വെറുപ്പ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ഭാരമുള്ളവർക്ക് ഞാൻ തരാം. അള്ളാഹ് പറയാ കുല്ലിഫ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അയാൾക്ക് നരകത്തിലെ വലിയ ഭാരമുള്ള പാമ്പിനെ വേണമെങ്കിൽ അയാൾക്ക് ഭാരം ചുമക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. ചുമക്കണം എനിക്ക് കഴിയുമെങ്കിൽ, ബുദ്ധിമുട്ടില്ല. ചൊല്ലം ചുമക്ക, പ്രയാസം ചുമക്കാന്ന് പറയുന്നൊരു വിഷമം തോന്നിയാട്ടോ. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് പറ്റും, ഞാൻ ഏതായാലും പൂർത്തിയാക്കി നിസ്കരിക്കാം, എനിക്കിപ്പം നേരമുണ്ട്, അതാണ് എനിക്ക് ഇപ്പത്തെ അല്ല, എൻ്റെ ശരീരത്തൊന്ന് മെരിക്കട്ടെ, അത്യാവശ്യം നിസ്കരിച്ചിട്ട് എന്നാ ഒരാൾക്ക് തോന്നുന്നെങ്കിൽ പറ്റും. അതല്ലാത്ത നിലയിൽ ശറയിന്റെ ഇളവിനോട് പുച്ഛം തോന്നാൻ പാടില്ല. ഇപ്പൊ ശറയ് നൽകുന്നവർ ഇളവ് നമുക്ക് നൽകിയത് നമ്മുടെ ആനുകൂല്യമാണ്. ഇതല്ലാഹു പറ്റു പറയാ, നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, നിസ്കരിക്കണം, നന്മകൾ ചെയ്യണം, ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, കടമപ്പെട്ടവരാണ്. കാരണം ഒന്ന്, നിങ്ങളെ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ദീനാണെങ്കിൽ ആ ദീന് വളരെ ലളിതമാണ്, ഇടുക്കങ്ങളൊന്നും വെച്ചിട്ടില്ല, എല്ലാത്തിനും വകുപ്പുണ്ട്. ഏത് പ്രതിസന്ധിയിൽ നിന്നും, കുടുക്കിൽ നിന്നും, പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. എല്ലായിടത്തും വകുപ്പ് വെച്ച, മഖ്റജ് വെച്ച ദീൻ. രണ്ടാമത്തെ പ്രശ്നം അല്ലാഹു തആല എടുത്തു വെക്കുന്നത് ആനുകൂല്യം. മില്ലത അബീകും ഇബ്രാഹീം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. എല്ലാ നബിമാരുടെയും പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ ദീൻ നിങ്ങളുടേതാണ്. ക്രിസ്ത്യാനികൾ പറയും അബ്രഹാം പ്രവാചകൻ ഞങ്ങളുടേതാണ്. ശരിയല്ല. ജൂതന്മാർ അവകാശപ്പെടും അബ്രഹാം പ്രവാചകന്റെ മക്കളാ ഞങ്ങൾ, ഞങ്ങളുടേതാണ് അബ്രഹാമിന്റെ ദീൻ. അല്ലാഹ് പറയുന്നു മില്ലത അബീകും ഇബ്രാഹീം, നിങ്ങൾ അറബികളുടെ പിതാവ് അല്ല, ശേഷമുള്ള ഈ ഉമ്മത്തിന്റെ തന്നെ ദീനിയായ പിതാവ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്താണ് നിങ്ങൾക്ക്. ആ മില്ലത്തായതുകൊണ്ട് എന്ത് കിട്ടി? നിങ്ങൾക്കൊരാനുകൂല്യം. ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. ഈ ഉമ്മത്തിന് അല്ലാഹു തആല പഴയ വേദഗ്രന്ഥങ്ങളിൽ മുസ്ലിമീങ്ങൾ എന്ന് പേര് വെച്ചിരിക്കുന്നു. ഈ വേദത്തിലും നിങ്ങൾക്ക് പേര് വെച്ചിരിക്കുന്നു മുസ്ലിമീങ്ങൾ എന്ന്. ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. നമ്മളെ ദീനിന്റെ ഓരോ പോയിന്റിലുണ്ട് ഇബ്രാഹിം നബി.
അവിടെയൊക്കെ ഇബ്രാഹിം നബിനോട് നമുക്ക് കടപ്പാടുണ്ട്. നമ്മൾ അത്തഹിയാത്ത് പറഞ്ഞ പോലെ ഇബ്രാഹിം നബിയാണ് കഅബത്തിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് തന്റെ മകൻ ഇസ്മായിലിനെ വെച്ച് ചെയ്ത ദുആയുടെ കൂട്ടത്തിലും ഉമ്മത്തം മുസ്ലിമത്തൻ ലക് വമിൻ ദുരിയതിനാ പറഞ്ഞാലേ ഉമ്മത്തം മുസ്ലിമത്തൻ ലക്, മുസ്ലിമീങ്ങളായ ഒരു ഉമ്മത്തിനെ നമ്മളെ മക്കളിനാക്കണമെന്ന് മുസ്ലിമത്തായ ഉമ്മത്ത്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഈ മുത്തുനബിയുടെ സമുദായത്തിന്റെ മുൻപ് ഒരു ഉമ്മത്തിനെ മുസ്ലിമത്ത് എന്ന് അള്ള വിളിച്ചിട്ടില്ല. മുസ്ലിമത്തെന്ന് എല്ലാരും പറയും. ഇസ്ലാം പണ്ടേ ഉണ്ട്, ആദം നബി മുതൽക്കേ ഇസ്ലാം ഉണ്ട്, അന്ന് മുതലേ ഉള്ളവരൊക്കെ മുസ്ലിമീങ്ങളാണ്. വളരെ സൂക്ഷിച്ചു വേണത് പറയാം. ആദം നബി അലൈഹിസ്സലാം മുസ്ലിമാ, യൂസുഫ് നബി അലൈഹിസ്സലാം മുസ്ലിമാ, കഴിഞ്ഞ കാല പ്രവാചകന്മാരൊക്കെ മുസ്ലിമാ. പ്രവാചകന്മാരെ അന്ന് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ളൂ. പ്രവാചകന്മാരല്ലാത്ത അവരുടെ ഉമ്മത്തിനെ മുസ്ലിമത്ത് എന്ന് അല്ലാഹു തആല വിളിച്ചിട്ടില്ല. ഉമ്മത്തിനെ മുസ്ലിമത്ത് എന്ന് വിളിച്ചിട്ടുള്ളത് പഴയ വേദത്തിലും മുത്തുനബിന്റെ സമുദായത്തെയാണ്. ഉമ്മത്തിനെ മുസ്ലിമത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതും നമ്മളെയാണ്. അപ്പൊ പഴയ കാലത്തെ നബിമാരെ വിശേഷിപ്പിച്ച മുസ്ലിം തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് യൂസുഫ് നബി പ്രാർത്ഥിച്ചത് തന്റെ കാര്യമാണ്. വാരിനാം മനാസിക്കന, ഞങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി കൂടിയ നബിമാർ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന് ഈ പ്രമേയം മാത്രം സ്ഥിരീകരിക്കാൻ 20-ൽ പരം തെളിവുകൾ ഖണ്ഡിതമായി നിരത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ രചനയുണ്ട്. ആ രചനയിൽ അദ്ദേഹം ഇത് കൃത്യമായി വിവരിക്കുന്നുണ്ട്. മുസ്ലിമത്തായ ഒരു ഉമ്മത്ത് എന്ന് അള്ളാഹു വിളിക്കുന്നത് നമ്മളെ മാത്രം. ശ്രദ്ധിക്കണേ നിങ്ങള്, ആദം നബിന്റെ കാലത്ത് ഇസ്ലാമുണ്ട്, അത് തൗഹീദ് എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെയുള്ള പ്രവാചകന്മാരുടെ കാലത്തൊക്കെ ഇസ്ലാമുണ്ട്, നമ്മളെ ഇസ്ലാമിന്റെ തൗഹീദാണ് അവർക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അവർക്കുള്ള പ്രത്യേക നിയമം. മുസ്ലിം എന്ന് ആ കൂട്ടത്തിൽ അന്നത്തെ നബിമാരുടെ അനുയായികളെ വിളിച്ചിട്ടില്ല. ഞമ്മക്കത് വല്ലാത്തൊരു ഖുശിയുള്ള പേരല്ലേ. ആ മുസ്ലിം എന്ന നാമം നിങ്ങൾക്കാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്, പഴയ വേദങ്ങളിലും ദുനിയാവിലും. അതുകൊണ്ട് മുസ്ലിം എന്ന് അള്ള വിളിച്ച ആ പേര് അന്വർത്ഥമാക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. സർവം അല്ലാഹുവിന് സമർപ്പിച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം. സമാധാനി സാധാരണ പറയാം, സമാധാനം എന്നോട് എന്താ പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ സമാധാനത്തിന്റെ മതല്ലേ ഇപ്പം പറയാനോ? അപ്പൊ ഇസ്ലാമിന് സമാധാനി പോരാ, സമാധാനമൊക്കെ ഉണ്ട്, ശരി തന്നെയാ. പക്ഷെ മുസ്ലിം എന്നതിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിന് സമർപ്പിച്ചവൻ, ഇസ്ലാം തന്നെ അള്ളാഹുവിന് സമർപ്പിച്ചവൻ. അപ്പൊ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു സമുദായം എന്നാണ് നിങ്ങളെ പേര് വിളിച്ചിരിക്കുന്നത്. തൗറാത്തിൽ, ഇഞ്ചീലിൽ, സബൂറിൽ, ഇബ്രാഹിം നബിന്റെ ഏടുകളിൽ അതിലൊക്കെ നിങ്ങളെപ്പറ്റി പരാമർശമുണ്ട്, സുവിശേഷമുണ്ട്. നിങ്ങളെ പരാമർശിക്കുന്നതും വിശേഷിപ്പിക്കുന്നതും മുസ്ലിമീങ്ങൾ സമർപ്പിക്കലായ അള്ളാഹ്ക്ക് വിധേയപ്പെടുന്ന കൂട്ടർ. അപ്പൊ നിങ്ങൾ അള്ളാഹ്ക്ക് വിധേയപ്പെടാൻ അവകാശികളല്ലേ, ചുമതലപ്പെട്ടവരല്ലേ, നിസ്കരിക്കാൻ കടമപ്പെട്ടവരല്ലേ. അള്ള പറയാ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം അള്ള പറയുന്നു, ലിയകൂന റസൂലു ശഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾക്ക് ഈ പെരുമകളും സ്ഥാനങ്ങളും നൽകിയത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ നബിയാൻ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുക. നിങ്ങളുടെ നബി നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കും. നിങ്ങളോ കഴിഞ്ഞ കാലത്തെ നബിമാർക്ക് സാക്ഷി നിൽക്കുന്നവരാണ്. നോക്കണം പൗരേ, കഴിഞ്ഞ കാലത്തെ നബിമാർക്ക് വേണ്ടി അവരുടെ സമുദായത്തിനെതിരെ സാക്ഷി നിൽക്കുന്നവരാണ് നാം. നൂഹ് നബി അടക്കം ആദം നബി മുതൽക്ക് ഒരു ഉമ്മത്തുള്ള നൂഹ് നബി മുതൽക്കുള്ള മുഴുവൻ പ്രവാചകന്മാരെയും അവരുടെ അനുയായികളെയും നിരത്തിയിട്ട് അവരുടെ നബിയോട് കൂടെ ഓരോ സമുദായത്തെയും വിളിച്ചിട്ട് അല്ലാഹു തആല നിങ്ങളെന്റെ ഈ സമുദായത്തിന് തൗഹീദ് എത്തിച്ചില്ലേ, ഇസ്ലാം കൊടുത്തില്ലേ, എന്റെ നിയമം കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് തൗഹീദ് പഠിപ്പിച്ചിരുന്നു എന്ന് നബിമാര് പറയുമ്പോ ആ സമുദായം ഒന്നടങ്കം പറയും, കള്ളമാണ്, ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങളോട് ഇവരൊന്നും പറഞ്ഞിട്ടില്ല.
എന്ന് കള്ളം പറയുമ്പോ ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്കാരാണ് സാക്ഷി എന്ന് കഴിഞ്ഞകാല പ്രവാചകന്മാരോട് ചോദിക്കുമ്പോ അവർക്ക് സാക്ഷിയായി നിരത്താനുള്ളത് എന്നെയും നിങ്ങളെയും ഏഴാംകൂലികൾ അടങ്ങുന്ന ഈ സമൂഹത്തെയാണ്. നമ്മളും അതിലൊരു ബിന്ദുവാൻ. നമ്മളവിടെ സാക്ഷിയാ. നൂഹ് നബിക്ക് വേണ്ടി സമുദായത്തിനെതിരെ സാക്ഷി നിൽക്കുന്നവർ, ഇബ്രാഹിം നബിക്ക് വേണ്ടി കള്ളന്മാർക്കെതിരെ സാക്ഷി നിൽക്കുന്നവർ, മൂസാ നബിക്ക് വേണ്ടി ഫിർഔന്റെ സമുദായത്തിനെതിരെ സാക്ഷി നിൽക്കുന്നവരാണ് നമ്മൾ. ഈ പ്രത്യേകത നമുക്ക് എങ്ങനെ ഉണ്ടായത്? ആ പ്രത്യേകത നമ്മൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നു. നൂഹ് നബി എത്തിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി എത്തിച്ചിട്ടുണ്ട്. ആരേ നിങ്ങൾക്കിത് പറഞ്ഞെന്ന്? നിങ്ങൾ അവസാന കാലമല്ലേ വന്നു എന്ന് പ്രതികൾ ന്യായമുന്നയിക്കുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബായ നബി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. അപ്പൊ അല്ലാഹു വിളിക്കും, ഹബീബായ നബിയെ ശരിയാണോ? ആ നേരം നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നത് ഹബീബായ നബിയാണ്. ആ നബിയെ നിങ്ങൾക്ക് സാക്ഷിയാക്കാൻ നിങ്ങളെ കഴിഞ്ഞ സമുദായത്തിനെതിരെ അക്കാലത്ത് നബിമാർക്ക് അനുകൂലമായി സാക്ഷികളാക്കാൻ യോഗ്യരാക്കിയത് ചെറുതാണോ?